ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോറിൽ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കോംപ്രിഹെൻസീവ് റിവിഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ തരുന്ന ഷെഡ്യൂൾ മുറക്കി തന്നെ കാര്യങ്ങളെല്ലാം പഠിച്ച് വരുന്നുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിൽ ഓൾറെഡി ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണായിരിക്കും, ആ ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കാണായിരിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. അതിലൂടെ ആ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് പഠിച്ചു പോകുന്നു, റിവൈസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മൗര്യൻ എംപയർ, രണ്ട് പോസ്റ്റ് മൗര്യൻ പീരീഡ്, സംഗം ഏജ്, ഗുപ്ത പീരീഡ്, പോസ്റ്റ് ഗുപ്ത പീരീഡ്. ഈ 5 ടോപ്പിക്സ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. ഈ 5 ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ രാവിലെ ചെയ്ത് കാണാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട PYQs, പ്രധാനപ്പെട്ട PYQs ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട്, അതുപോലെ ഓരോ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം, നോക്കാം. ആദ്യത്തെ ഭാഗം മൗര്യൻ എംപയർ. ഇപ്പോൾ മൗര്യൻ എംപയർ എന്ന് പറയുമ്പോൾ നമ്മളിതിന് മുന്നേ കഴിഞ്ഞ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ എത്തി വന്ന് നിൽക്കുന്നത് എവിടെയായിരുന്നു? മഹാജനപദാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അല്ലേ. നമുക്കത് ആദ്യം ഒന്ന് പൊടി തട്ടിയെടുക്കാം, എന്നിട്ട് നമുക്ക് മൗര്യൻ എംപയറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചു. അതിനുശേഷം പ്രോട്ടോ ഹിസ്റ്റോറിക് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചു അല്ലേ. ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലാണ് നമ്മൾ എന്തിനെ പറ്റി കണ്ടത്? ബിംബേഡ്കയും അതുപോലെ തന്നെ ഉള്ള ഹൻസ്കി കേവ്സ് ഒക്കെ നമ്മൾ കണ്ടത്, ബിംബേഡ്ക തുടങ്ങിയ കേവ്സ് ഒക്കെ നമ്മൾ കണ്ടത്, അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ പഠിച്ച്. പ്രോട്ടോ ഹിസ്റ്റോറിക്കലാണ് നമ്മൾ IVC, ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി കണ്ടത്. ഇനി നമ്മൾ ഹിസ്റ്റോറിക്കൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? വേദിക് ഏജ് ആയിരുന്നു അല്ലേ. ഇനി വേദിക് ഏജ് അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ലേറ്റർ വേദിക് പീരീഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറ്റ് രണ്ട് റിലീജിയൻസ് കൂടെ, പ്രോമിനൻ്റ് ആയിട്ടുള്ള മറ്റ് രണ്ട് റിലീജിയൻസ് കൂടെ പഠിച്ചു, ബുദ്ധിസം ആൻഡ് ജൈനിസം. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് അർബണൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ നാഗരിക സംസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് അർബണൈസേഷൻ നടക്കുന്നത്, രണ്ടാമത്തെ അർബണൈസേഷൻ നടക്കുന്നത് ലേറ്റർ വേദിക് പീരീഡിൻ്റെ അവസാന കാലഘട്ടമാണ്. അവിടെയാണ് നമ്മൾ എന്ത് നടക്കുന്നത്? ലേറ്റർ വേദിക് പീരീഡിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ എന്തിനെ പറ്റി പഠിച്ചു? 16 മഹാജനപദാസിനെ പറ്റി പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നിങ്ങൾ കണ്ടതാണ്, നമ്മൾ ഇതിനെപ്പറ്റി റിവൈസ് ചെയ്തെടുത്തതാണ്. മഹാജനപദാസിനെ പറ്റി പഠിച്ചു. ഇതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മഹാജനപദയാണ് മഗധ എന്ന് നമ്മൾ കണ്ടു അല്ലേ. മഗധ എന്ന് നമ്മൾ കണ്ടു. ഈ മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള രാജവംശങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ഏതൊക്കെ രാജവംശങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്? ബൃഹദ്രഥ ഡൈനാസ്റ്റിയാണ് ഏറ്റവും ആദ്യത്തെ ഡൈനാസ്റ്റി. അത് ഫൗണ്ട് ചെയ്ത് ബൃഹദ്രഥയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജലസന്ധ്യയുടെ കാര്യം പറഞ്ഞു അല്ലേ. അതിനുശേഷം പാണ്ഡവന്മാർ സഹദേവനെ അവിടെ എന്ത് ചെയ്തു? സ്ഥാനമേൽപ്പിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയായിട്ട് നമ്മൾ കണ്ടത് ഇതാണ്, ഹരിയങ്ക ഡൈനാസ്റ്റിയാണ്. ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റൂളർ ബിംബിസാരയാണ് നമ്മൾ പഠിച്ചു. അതിനുശേഷം അജാതശത്രു വന്നു എന്ന് പഠിച്ചു. അതിനുശേഷം ഉദ്ദൈൻ വന്നു എന്ന് പഠിച്ചു. ഈ അജാതശത്രുവിൻ്റെ മകനായിട്ടുള്ള ഉദ്ദൈൻ്റെ കാലഘട്ടത്തിലാണ് ക്യാപിറ്റൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതുവരെ മഗധയുടെ തലസ്ഥാനമായിരുന്ന രാജ്ഗൃഹ് അല്ലെങ്കിൽ രാജ്ഗീർ എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉദ്ദൈൻ്റെ സമയത്ത്, അതായത് അജാതശത്രുവിൻ്റെ മകനായിട്ടുള്ള ഉദ്ദൈൻ്റെ സ്ഥലത്താണ് പാതലിപുത്ര, ഇന്നത്തെ ബീഹാറിലെ പാട്നയോട് അടുത്തുള്ള പാതലിപുത്രയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ. അതിനുശേഷം വന്നിട്ടുള്ള, അപ്പോൾ ഈ മഗധ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഹരിയങ്ക ഡൈനാസ്റ്റി വരുന്നു. അതിനുശേഷം വരുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് ശൈശുനാഗ ഡൈനാസ്റ്റി. അതിനുശേഷം വരുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ് ഇത് നന്ദ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, നന്ദ ഡൈനാസ്റ്റി. അപ്പോൾ മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഡൈനാസ്റ്റീസ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ബൃഹദ്രഥ, അതിനുശേഷം നമ്മൾ ഹരിയങ്ക ഡൈനാസ്റ്റി പറഞ്ഞു, ശൈശുനാഗ ഡൈനാസ്റ്റി, അതിനുശേഷം വരുന്നതാണ് നന്ദ ഡൈനാസ്റ്റി. നന്ദ ഡൈനാസ്റ്റിയുടെ കാര്യം പറയുമ്പോൾ അതിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള രണ്ട് റൂളേഴ്സിൻ്റെ കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് മഹാപത്മ നന്ദയാണ് അത് ഫൗണ്ട് ചെയ്തത്. മഹാപത്മ നന്ദയാണ് അത് ഫൗണ്ട് ചെയ്തത്, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട റൂളറാണ് ധനനന്ദ. ധനനന്ദ രണ്ട് കോണ്ടെക്സ്റ്റുകളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഒന്ന്, ധനനന്ദയുടെ സമയത്താണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്യുന്നത്? അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് വരുന്നത് ധനനന്ദയുടെ സമയത്താണ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ധനനന്ദയാണ് നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളർ, ലാസ്റ്റ് റൂളർ. ആൻഡ് ഹി വാസ് ഡിഫീറ്റഡ് ബൈ നൺ അതർ ദാൻ ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ.
ചന്ദ്രഗുപ്ത മൗര്യ ആരുടെ സഹായത്തോടു കൂടി കൗടില്യൻ എന്ന് വിളിക്കുന്ന, ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന, വിഷ്ണുഗുപ്തൻ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യൻ ആരെ തോൽപ്പിക്കുന്നു? ധനനന്ദയെ തോൽപ്പിക്കുകയും ഏത് സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു റിവിഷൻ അല്ലെങ്കിൽ ഒരു സമ്മറി എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പ്രോട്ടോ ഹിസ്റ്റോറിയിലേക്ക് വന്നപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതിൻ്റെ നാഗരികമായിട്ടുള്ള സംസ്കാരവും അതിൻ്റെ പ്രത്യേകതകളെല്ലാം നമ്മൾ പഠിച്ചു. ഹിസ്റ്റോറിക്കൽ പീരീഡിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് വേദകാലത്തെ പറ്റിയിട്ടാണ്. വേദിക് ലിറ്ററേച്ചർ, അതിനകത്തുള്ള സ്മൃതി ലിറ്ററേച്ചർ, ശ്രുതി ലിറ്ററേച്ചർ, വേദാംഗാസ്, ഉപനിഷത്തുകൾ, വേദാന്തകൾ, ബ്രാഹ്മണ്യം, ആരണ്യകം, സംഹിത, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ലേറ്റർ വേദിക് പീരീഡിലേക്ക് വരുമ്പോഴാണ് സെക്കൻഡ് അർബനൈസേഷൻ വരുന്നതെന്ന് കണ്ടു. ഉപനിഷത്തുകൾ എഴുതപ്പെടുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഉപനിഷത്ത് എഴുതാൻ ഇടയായിട്ടുള്ള മതങ്ങളാണ് ബുദ്ധിസവും ജൈനിസവും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. സെക്കൻഡ് അർബനൈസേഷനിലേക്ക് വരുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണെന്നും അവിടെ 16 മഹാജനപദാസ് ഫോം ചെയ്തെന്നും നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മഗധയാണെന്നും മഗധ തലസ്ഥാനം രാജഗിറായിരുന്നുവെന്നും പിന്നീട് മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാനും രാജവംശങ്ങൾ ഉടലെടുക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ബൃഹദ്രഥ, പിന്നെ ഹര്യങ്ക, ശൈശുനാഗ, നന്ദ. നന്ദയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൂളേഴ്സാണ് മഹാപത്മനന്ദ ആൻഡ് ധനനന്ദ. ധനനന്ദ 2 കോണ്ടെക്സ്റ്റുകളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്ന്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആ സമയത്താണ് ഇൻവേഡ് ചെയ്യുന്നത്, ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. 2, ആ ധനനന്ദയുടെ സമയത്താണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നത്? ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാണക്യ, കൗടില്യൻ ഓർ വിഷ്ണുഗുപ്തൻ എന്ത് ചെയ്യുന്നു? ധനനന്ദയെ തോൽപ്പിച്ചുകൊണ്ട് മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നോക്കുന്നത് അഗെയിൻ ഞാൻ പറയുന്നത് ഇത് കൺസെപ്റ്റ് ആയിട്ടുള്ള ക്ലാസ് അല്ല. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ പഠിച്ച സാധനങ്ങളെ റിവൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചിട്ട് വരുന്ന കുട്ടികൾ ഈ ക്ലാസ് കണ്ടാലാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുകയുള്ളൂ. അല്ലാതെ വന്നിട്ട് ഈ ക്ലാസ്സിനകത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ ആദ്യം ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ കണ്ട ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഈസ് റിട്ടൺ ബൈ മെഗസ്തനീസ്? മെഗസ്തനീസ് എഴുതിയിട്ടുള്ള പുസ്തകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഇൻഡിക്കയാണ്. നിങ്ങൾ ശരിയാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എല്ലാ ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ദ സ്റ്റോറി ഓഫ് വിച്ച് കിങ് ഈസ് ദ സബ്ജക്ട് ഓഫ് ഡ്രാമ മുദ്രരാക്ഷസ? മുദ്രരാക്ഷസ എന്ന് പറയുന്ന ഡ്രാമയുടെ ക്കകത്തുള്ളത് ഏത് രാജാവിനെ പറ്റിയിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് രാജാവിനെ പറ്റിയിട്ടാണ്? ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ലിറ്റററി സോഴ്സസ്. ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ചരിത്ര രേഖകളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജവംശമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എവിടെ നിന്നൊക്കെയാണ് അറിവ് കിട്ടുന്നത്? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം. 2, ഭദ്രബാഹു എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയുടെ ഭദ്രബാഹു സംഹിത എന്ന് പറയുന്ന കൃതി, അദ്ദേഹത്തിൻ്റെ തന്നെ വസുദേവ ചരിത എന്ന് പറയുന്ന കൃതി, അദ്ദേഹത്തിൻ്റെ തന്നെ കൽപ്പസൂത്ര എന്ന് പറയുന്ന കൃതി. ഈ 3 കൃതികൾക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഭദ്രബാഹു എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾ ഇതിന് മുന്നേ കേട്ട് കാണും. എവിടെയാണ് കേട്ടിരിക്കുന്നത്? ജൈനിസത്തിനകത്താണ് കേട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഭദ്രബാഹു എന്ന് പറയുന്ന ആ ജൈന മത സന്യാസി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭദ്രബാഹു സംഹിത, വാസുദേവ ചരിത ആൻഡ് കൽപ്പസൂത്ര. ഇതിൽ കൽപ്പസൂത്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്താണ് ജൈനസത്തിലെ 24 തീർത്ഥങ്കരന്മാരെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നത്. അവരുടെ ജീവചരിത്രത്തെ പറ്റി പറയുന്നത് കൽപ്പസൂത്ര എന്ന് പറയുന്ന കൃതിക്കകത്താണ്. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ് മെഗസ്തനീസിൻ്റെ ഇൻഡിക. നമ്മൾ നേരത്തെ ഒരു ചോദ്യം കണ്ടതാണ് അല്ലേ? മെഗസ്തനീസിൻ്റെ ഇൻഡിക. മെഗസ്തനീസ് എന്ന് പറയുന്നത് ആരായിരുന്നു? മെഗസ്തനീസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു. സെലുസിഡ് രാജാവായിട്ടുള്ള നിക്കേറ്ററിൻ്റെ അനുവാദപ്രകാരം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുന്ന ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗസ്തനീസ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇൻഡിക്കയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തെ പറ്റിയിട്ടും ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജീവിത രീതികളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം മൗര്യ സാമ്രാജ്യത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു? അറിവ് കിട്ടുന്നു. വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസ എന്ന് പറയുന്ന കൃതി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസ എന്ന് പറയുന്ന കൃതി. വിശാഖദത്തൻ്റെ വേറെയും കൃതികളുണ്ട്. ആ കൃതികളിൽ വേറെ രാജാക്കന്മാരെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി മറ്റ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, മൗര്യ സാമ്രാജ്യത്തെ പറ്റി നമുക്ക് അറിവ് പകർന്നു വരുന്ന മറ്റ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സാണ് ദീപവംശവും മഹാവംശവും. പ്രത്യേകിച്ച് ദീപവംശവും മഹാവംശവും സെയിലോണിസ് ക്രോണിക്കിൾസ് ആണ്. അതായത് ശ്രീലങ്കയിൽ ബുദ്ധമതം സ്പ്രെഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള കൃതികളാണ് ദീപവംശം ആൻഡ് മഹാവംശം. മിലിന്ദ് പാൻഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയാൻഡർ എന്ന് പറയുന്ന നമ്മൾ കാണും. മിയാൻഡർ എന്ന് പറയുന്ന ഇൻഡോ ഗ്രീക്ക് രാജാവും നാഗസേന അല്ലെങ്കിൽ നാഗാർജുന, 2 പേരുകളും നമ്മൾ കാണും. 2 ഒരാൾ തന്നെയാണ്. നാഗാർജുന എന്ന പേരിലുള്ള ബുദ്ധമത സന്യാസിയും തമ്മിലുള്ള സംഭാഷണ ശകലങ്ങളാണ് മിലിന്ദ് പാൻഹയ്ക്കകത്തുള്ളത്. ഇനി
ഇതല്ലാതെയുള്ള ലിറ്റററി സോഴ്സസ് ആണ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിൽക്കാലങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള പുരാണങ്ങൾ. മഹാഭാഷ്യ ഓഫ് പതഞ്ജലി, പതഞ്ജലിയുടെ മഹാഭാഷ്യം എന്ന് പറയുന്ന കൃതി, കൽഹാനിയുടെ രാജതരംഗിണി. അപ്പോൾ ഈ കൽഹാനിയുടെ രാജതരംഗിണിയൊക്കെ എഴുതിയത് പിന്നെയും ഒരു 1000-600 അല്ല ഒരു 1000 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് രാജതരംഗിണി. കശ്മീരിലുള്ള ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഈ പറയുന്ന രാജവംശങ്ങളെ പറ്റിയിട്ടും രാജതരംഗിണി എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുണ്ട്. ഇനി പരിശിഷ്ട പർവൻ ബൈ ഹേംചന്ദ്ര. അപ്പം ഇത്രയും ആളുകളുടെ കൃതികളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടുന്നുണ്ട്. ഇനി ആ സമയത്ത് വന്നു പോയിട്ടുള്ള പ്രധാനപ്പെട്ട ഫോറിൻ ട്രാവലേഴ്സാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കി പോകണം. മെഗസ്തിനിസ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇൻഡിക്ക. അദ്ദേഹത്തിന് അയച്ചത് സെലുസിഡ് രാജാവായിട്ടുള്ള സെലുസിസ് I നിക്കേറ്റർ ആണ്. ഈ സെലുസിഡ് ഇദ്ദേഹമാണ് സെലുസിഡ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ കീഴിലുള്ള ഒരു ഗവർണറായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം സ്വന്തമായിട്ടൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ചു. ഇനി ഡെയ്മച്ചസ് എന്ന് പറയുന്ന രാജാവ് എന്ന് പറയുന്ന ഫോറിൻ ട്രാവലർ ബിന്ദുസാരയുടെ സമയത്ത്, ബിന്ദുസാര എന്ന് പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനാണ് അദ്ദേഹത്തിന്റെ സമയത്ത് വരുന്നു. ഡയോണീസ് എന്ന് പറയുന്ന ഫോറിൻ ട്രാവലർ അശോക ചക്രവർത്തിയുടെ സമയത്ത് വരുന്നു. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ആൻഡ് ഇവിടെ ഞാനൊരു സ്കോർ പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഡയോണീസിനെ അയച്ചത് ആരാണ്? ടോളമി രണ്ടാമനാണ്. ഈജിപ്തിലെ രാജാവായിട്ടുള്ള ടോളമി രണ്ടാമനാണ് അയച്ചത്. ഡൈമച്ചസിന് അയച്ചത് അന്ത്യോക്കസ് എന്ന് പറയുന്ന രാജാവാണ്. ആൻഡ് ഹി ബിക്കെയിം ആൻ അംബാസഡർ ഓഫ് ദ കോർട്ട് ഓഫ് മൗര്യൻ റൂളർ. ബിന്ദുസാരയെ വിളിച്ചിരുന്നത് അമിത്രഗാഥ എന്നാണ്. അമിത്രഗാഥ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലേയർ ഓഫ് എനിമീസ്, ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഈ പേര് അറിയപ്പെടുന്നത്, അമിത്രഗാഥ. ഇനി ചന്ദ്രഗുപ്ത മൗര്യനെ ഈ പറയുന്ന ഗ്രീക്ക് രേഖകളിൽ അറിയപ്പെട്ടിരുന്നത് സാൻട്രോകോട്ടസ് എന്നാണ്. സാൻട്രോകോട്ടസ്. അപ്പോൾ ഗ്രീക്ക് രേഖകളിൽ സാൻട്രോകോട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവാരം ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഗ്രീക്ക് രേഖകളിൽ അമിത്രഗാഥ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിന്ദുസാരയാണ്. അപ്പോൾ അമിത്രഗാഥ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്ലേയർ ഓഫ് എനിമീസ് എന്നാണ്. ഇത്രയും പോയിന്റ്സ് കൂടെ അവിടെ പൊടി തട്ടി എടുക്കുക. ചോദ്യങ്ങൾ, അടുത്ത 3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹു വാസ് ദ ലാസ്റ്റ് എംപറർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി? മൗര്യ ഡൈനാസ്റ്റിയുടെ ലാസ്റ്റ് എംപറർ ആരാണ്? ചന്ദ്രഗുപ്തയല്ല, അശോകയല്ല, ബൃഹദ്രഥയാണോ, ശതധന്വനാണോ? ആരാണ്? ഇതിന്റെ ആൻസർ വരുന്നത് ബൃഹദ്രഥയാണ്. ഇനി Emperor Ashoka sent apostle to remote places to propagate the ideals of Buddhism so that people could inspire their lives through teachings of Lord Buddha. Their evangelist also included his son and daughter. അപ്പോൾ അശോക ചക്രവർത്തിയുടെ മകന്റെ പേരെന്താണ്? മഹേന്ദ്രൻ എന്നാണ്. മകളുടെ പേരെന്താണ്? സംഘമിത്ര എന്നാണ്. ഇനി അശോക, ആർഗ്യുബിളി ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ഏർലി ഇന്ത്യ, കോൺകേർഡ് കലിംഗ. ഹി വാസ് ദ ഗ്രാൻഡ് സൺ ഓഫ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊച്ചുമകനാണ് ആര്? നമ്മുടെ അശോക ചക്രവർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ചോദ്യങ്ങളും കിട്ടി. അങ്ങനെ 5 ചോദ്യങ്ങളാണ് മൗര്യ സാമ്രാജ്യത്തിൽ നിന്നുണ്ടായിരുന്നത്. ഇനി രാജാക്കന്മാരെ പറ്റി നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക. 320 മുതൽ 298 BCE വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിച്ചിരുന്നു എന്ന് പറയുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ ആയിരുന്നു. കൗഡില്യന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ധനനന്ദയെ തോൽപ്പിക്കുന്നത്. ധനനന്ദയെ ഗ്രീക്ക് രേഖകളിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ആഗ്രമസ്. ചോദ്യമാണ്. അപ്പോൾ അമിത്രഗാഥ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അമിത്രോ ചാറ്റസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്ദുസാരയാണ്. സാൻട്രോകോട്ടസ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ധനനന്ദ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആഗ്രമസ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചന്ദ്രഗുപ്തയും സെലസസ് നിക്കേറ്ററും തമ്മിലുള്ള മാട്രിമോണിയൽ അലയൻസ് നടന്നിട്ടുള്ള കാലമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, 303 മുതൽ 305 വരെ. ഓക്കെ. അപ്പോൾ ധനനന്ദയുടെ സമയത്ത് ഈ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം പാതി വഴി ശ്രമം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തിരിച്ച് അദ്ദേഹത്തിന്റെ തലസ്ഥാനത്തിലേക്ക് പോകുന്നു. അദ്ദേഹം മരണപ്പെടുന്നു. ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, പൊടിയട്ടി എടുക്കുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ പ്രവിശ്യകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? പയ്യെ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നു. അതിലെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന വടക്ക് പടിഞ്ഞാറൻ ഏരിയയിൽ ഭരിച്ചിരുന്ന ഗവർണറായിരുന്നു സെലസസ് നിക്കേറ്റർ. അദ്ദേഹം ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുകയും സെലസിഡ് എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ആഗ്രഹം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഇവിടെ ധനനന്ദയെ അട്ടിമറിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ ഒരു മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്താണ് സെലസസ് നിക്കേറ്റർ തന്റെ പൂർവികനായിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആഗ്രഹം പോലെ ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പക്ഷേ യുദ്ധത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനോട് തോൽക്കുന്നു. പക്ഷേ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒത്തുതീർപ്പിലെത്തുന്നു മാട്രിമോണിയൽ അലയൻസസിലൂടെ. അത്രയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മെഗസ്തിനിസിനെ എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഗ്രീക്ക് അംബാസഡർ ആയിട്ടുള്ള മെഗസ്തിനിസിനെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നത്. ഇനി ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ് സല്ലേഖനയും ശ്രാവണബെലഗുള എന്ന് പറയുന്ന സ്ഥലവും. ശ്രാവണബെലഗുള എന്ന് പറയുന്നത് നമ്മുടെ കർണാടകത്തുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് സല്ലേഖന നടത്തിക്കൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മരണപ്പെടുന്നത്. സല്ലേഖന എന്താണ്? സല്ലേഖന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈനിസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു വിശ്വാസമാണ്. മരണം വരെ പട്ടിണി കിടന്ന്
പയ്യെ പയ്യെ ഭക്ഷണം കുറച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രീതി. അപ്പോൾ ആ രീതിയിൽ ചന്ദ്രഗുപ്ത മൗര്യൻ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായിട്ടുള്ള വ്യക്തിയാണ് ബിന്ദുസാര. ബിന്ദുസാര രണ്ട് കാര്യങ്ങളിലാണ് പോപ്പുലർ ആവുന്നത്. ഒന്ന് ചന്ദ്രഗുപ്ത മൗര്യന്റെ മകൻ, രണ്ട് അശോകന്റെ അച്ഛൻ എന്നുള്ള നിലയിൽ. അതല്ലാതെ ചരിത്ര രേഖകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അമിത്രഗാഥ എന്നും അമിത്രോചാറ്റസ് എന്നുള്ള പേരിലുമാണ്. ഡൈമക്കസ് എന്ന് പറയുന്ന അന്ത്യോക്കസ് ഒന്നാമന്റെ കൊട്ടാരത്തിൽ നിന്നും, ഗ്രീക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ഡൈമക്കസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അംബാസഡർ ആരുടെ അടുത്തേക്ക് വരുന്നുണ്ട്? ബിന്ദുസാരയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബിന്ദുസാരയുടെ മകനായിട്ടാണ് അശോക ചക്രവർത്തി എന്ത് ചെയ്യുന്നത്? അധികാരത്തിലേക്ക് വരുന്നത്. 272 268 ഈ 2 വർഷങ്ങൾ NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡിബേറ്റുകൾ നടക്കുകയാണ്. ബിന്ദുസാരയുടെ മരണശേഷമാണോ അധികാരത്തിലേറിയത്? ബിന്ദുസാരയുടെ മരണത്തിന് ശേഷം അവിടെ ഈ പറയുന്ന പോലെ അധികാരത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ട് സിബ്ലിങ്സ് തമ്മിൽ, മക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 100ഓളം സഹോദരന്മാരെ വധിച്ചതിന് ശേഷമാണ് അശോക ചക്രവർത്തി അധികാരത്തിൽ കയറിയെന്ന് പറയുന്ന കുറേ ലെജൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 272 മുതൽ 268 വരെയുള്ള വർഷങ്ങളിൽ അശോക ചക്രവർത്തി അധികാരത്തിൽ കയറി എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. നമുക്ക് NCERT കൊടുത്തിട്ടുള്ള ടൈം പീരീഡ് തന്നെ പഠിച്ചു പോവാം. 232 BC-യിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പറയപ്പെടുന്നില്ല. കലിംഗ യുദ്ധം നടന്നിരിക്കുന്നത് അദ്ദേഹം അധികാരത്തിലേറി 8ാമത്തെ വർഷത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ 272-ലാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയെന്നുണ്ടെങ്കിൽ കലിംഗ യുദ്ധം നടക്കുന്നത് 264 BC-യിലാണ്. 268-ലാണ് അദ്ദേഹം അധികാരത്തിൽ കയറുന്നുണ്ടെങ്കിൽ കലിംഗ യുദ്ധം നടക്കുന്നത് എന്നാണ് 260 BC-യിലാണ്. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അദ്ദേഹം 3ാം ബുദ്ധമത സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തു. മുഗാളിപുട്ട ടിസ്സയാണ് അതിന് അധ്യക്ഷത വഹിച്ച ബുദ്ധമത സന്യാസി. പാതലിപുത്രയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മഹേന്ദ്രയും മകളായിട്ടുള്ള സംഘമിത്രയും എന്ത് ചെയ്യുന്നുണ്ട്? ശ്രീലങ്കയിലേക്ക് ബുദ്ധമതം സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. ആദ്യം പോകുന്നത് മകനാണ്, പിന്നീട് പോകുന്നത് സംഘമിത്രയാണ്. സംഘമിത്ര ഇവിടെ നിന്ന് മറ്റേ ഈ പറയുന്ന ബുദ്ധന് ബോധോദയം ലഭിച്ച മരത്തിന്റെ തയ്യൊക്കെ കൊണ്ടുപോകണം അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സെയിലോണിസ് ക്രോണിക്കിൾസ് ആയിട്ടുള്ള ദീപവംശം, മഹാവംശം, നമ്മൾ നേരത്തെ കണ്ട ആ 2 ബുക്കുകളിൽ നിന്നാണ്. അശോക ചക്രവർത്തിയെ സക്സീഡ് ചെയ്യുന്നത് ദശരഥ എന്ന് പറയുന്ന രാജാവാണ്. ഇത് ഇത്തവണത്തെ NTPC CBT 1-ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അശോക ചക്രവർത്തിക്ക് ശേഷം അധികാരത്തിൽ കയറിയത് ആര്? ദശരഥൻ. ഇനി ദശരഥൻ എന്ന് പറയുന്ന ആ രാജാവിന് ശേഷം ബൃഹദ്രഥ എന്ന് പറയുന്ന രാജാവ് ആണ് ഏറ്റവും അവസാനത്തെ റൂളർ. അതും കൂടെ ഓർത്തിരിക്കുക. ഏറ്റവും അവസാനത്തെ റൂളർ ബൃഹദ്രഥയാണ്. ബൃഹദ്രഥ 187 തൊട്ട് 185 BC വരെയാണ് ഭരിച്ചിരുന്നത്. 187 തൊട്ട് 185 BC വരെയാണ് ഭരിച്ചിരുന്നത്. ആൻഡ് ഹി വാസ് ഓവർത്രോൺ ആൻഡ് അസാസിനേറ്റഡ് ബൈ ഹിസ് ജനറൽ പുഷ്യമിത്ര ശുംഗ. അപ്പൊ ശുംഗ ഡൈനാസ്റ്റിയിലെ പുഷ്യമിത്ര ശുംഗർ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ പുഷ്യമിത്ര ശുംഗ ഈ ബൃഹദ്രഥ എന്ന് പറയുന്ന അവസാനത്തെ മൗര്യ രാജാവിനെ വധിച്ചുകൊണ്ട് ശുംഗ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി മൗര്യൻ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ഒറ്റ സ്ലൈഡിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ്. മൗര്യൻ ആർട്ടിനെ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. കോർട്ട് ആർട്ട് എന്നും പോപ്പുലർ ആർട്ട് എന്നും. കോർട്ട് ആർട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രാജാവ് നേരിട്ട് നിയന്ത്രണം വഹിക്കുന്ന, നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ആർട്ടുകൾ. അതാണ് കൊട്ടാരങ്ങൾ, പില്ലറുകൾ, സ്തൂപങ്ങൾ. സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തൂപം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഡെഫിനിഷൻസ് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്തൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തൂപം എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിലിക്സ് ആണ്. എന്തിൻ്റെ? ഈ പറഞ്ഞ മരിച്ച ആളുകൾ, നമ്മൾ കല്ലറ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഈ പറയുന്ന അവശിഷ്ടങ്ങളെ പല പല സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് അവിടെ നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നതിനാണ് നമ്മൾ സ്തൂപ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പില്ലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാലസസ്, കൊട്ടാരങ്ങളും പണിതിട്ടുണ്ട്. പോപ്പുലർ ആർട്ട് അല്ലാതെ സാധാരണ ജനങ്ങൾ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് കേവ്സ്, പോട്ടറി, സ്കൾപ്ചേഴ്സ് തുടങ്ങിയവയൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ സുദർശന ലേക്കിന്റെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. സുദർശന ലേക്ക് പണി കഴിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത് ഇരിക്കുന്ന സ്ഥലം ഓർത്തിരിക്കുക. എവിടെയാണ്? ജുനഗഡ്, ഗുജറാത്ത് ആണ്. ബിൽറ്റ് ആരാണ് പണി കഴിപ്പിച്ചതെന്ന് വെച്ചാൽ പുഷ്യഗുപ്തയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പുഷ്യഗുപ്ത എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യന്റെ കീഴിലുള്ള ഒരു ഗവർണർ ആയിരുന്നു. ആൻഡ് അത് പിന്നീട് അശോക ചക്രവർത്തിയും രുദ്രമനും അതുപോലെ തന്നെ സ്കന്ദഗുപ്തയും എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ മുകളിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് NCERT-യിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. കാരണം NCERT-യിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത്. അപ്പോൾ സുദർശന ലേക്ക് പണി കഴിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ പുഷ്യഗുപ്തയാണ്. അതിന് ആഹ്വാനം കൊടുത്ത ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ്. ഗ്രേറ്റ് ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ പണി കഴിപ്പിച്ച സുദർശന ലേക്കിൽ പിന്നീട് കൊച്ചുമകനായിട്ടുള്ള അശോക ചക്രവർത്തിയും അതിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന രുദ്രമൻ ആരാണ്? രുദ്രമൻ എന്ന് പറയുന്നത് ആക്ച്വലി ശക രാജാവാണ്. ശക. ഈ ശാഗാസിൽ തന്നെ
വെസ്റ്റേൺ സത്രപ്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു രാജവംശമാണ് ഈ രുദ്രമന്റെ രാജവംശം എന്ന് പറയുന്നത്. ചന്ദ്രഗുപ്ത എന്ന് പറയുന്നത് ഗുപ്ത രാജവംശത്തിൽ വരുന്ന ഒരു റൂളറാണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് പണി കഴിപ്പിക്കുന്നുണ്ട്. ഇനി പില്ലറുകൾക്ക് എക്സാമ്പിൾ, ഈ പറയുന്ന മൗര്യ സാമ്രാജ്യത്തിന്റെ സമയത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള പില്ലറുകൾക്ക് എക്സാമ്പിൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. രാമപൂർവ എന്ന് പറയുന്ന പില്ലർ ബുൾ ക്യാപിറ്റലാണ് ഡൽഹിയിൽ, സാർനാഥ് ലയൺ ക്യാപിറ്റൽ ഉത്തർപ്രദേശിൽ, പ്രയാഗ് പ്രശസ്തി അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ലൗരിയ നന്ദൻഗഡ് ബീഹാറിൽ. ഈ സ്ഥലങ്ങളും ആ പില്ലറിന്റെ പേരും കൃത്യമായിട്ട് പഠിച്ചു പോവുക, റിവൈസ് ചെയ്യുക. ഓക്കെ. ഇനി സ്തൂപങ്ങൾ, സാഞ്ചി സ്തൂപ മധ്യപ്രദേശിൽ, ബഹ്റൂത്ത് സ്തൂപ മധ്യപ്രദേശിൽ, ദൗലി ശാന്തി സ്തൂപ ഒറീസയിൽ, ദാമേക് സ്തൂപ സാർനാഥിൽ. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതാണ് സ്തൂപങ്ങൾ. ഈ സ്തൂപം ഇരിക്കുന്ന കണ്ടില്ല, അതിനൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ സ്തൂപത്തിന്റെ ഇതിനെ അണ്ട എന്ന് വിളിക്കുന്നു, ഈ അണ്ടാകൃതിയിലുള്ളതിനെ ഇതിനെ തോരണ എന്ന് വിളിക്കുന്നു. തോരണം, ഈ റെയിൽ പോലെ കാണുന്നത് തോരണ എന്ന് വിളിക്കുന്നു. ഈ തോരണത്തിൽ കൊത്തി വെച്ചിരിക്കുന്ന ജാതക കഥകളാണ്, ബുദ്ധന്റെ ജാതക കഥകളാണ് അധികവും അവിടെ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഇനി അശോകന്റെ ശാസ്ത്രങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. മൈനർ റോക്ക് എഡിക്റ്റ് ഉണ്ട്, മൈനർ പില്ലർ എഡിക്റ്റ് ഉണ്ട്, മേജർ റോക്ക് എഡിക്റ്റ് ഉണ്ട്, മേജർ പില്ലർ എഡിക്റ്റ് ഉണ്ട്. ഇത് കാണാൻ അല്ലെങ്കിൽ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ NCERT-യിൽ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പോയി കാണുക, പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ. അതിൽ ചോദിക്കും, നമ്പർ അടക്കം ചോദിക്കും. കലിംഗ യുദ്ധത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഏത് പില്ലർ എഡിക്റ്റിലാണ്, ഏത് റോക്ക് എഡിക്റ്റിലാണെന്ന് ചോദിക്കും. അശോകന്റെ എത്ര ശാസനങ്ങളുണ്ടെന്ന് ചോദിക്കും. അതിൽ ഈ പറയുന്ന മൃഗബലി നിരോധിച്ചിരിക്കുന്ന ഏത് ശാസനത്തിലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മുന്നേ SSC-ക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പോൾ അതൊക്കെ പഠിച്ചു പോവുക. ഇനി അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ശാസനങ്ങളിൽ കൊടുത്തിട്ടുള്ള ലാംഗ്വേജും സ്ക്രിപ്റ്റും എന്തൊക്കെയാണെന്നുള്ളത് NCERT കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ് പ്രാകൃത ഭാഷയിലുള്ളതായിരുന്നു കൂടുതലും. എന്നാൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ അത് അരാമിക് ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ ഇൻസ്ക്രിപ്ഷൻസും പ്രാകൃത ഭാഷയിലായിരുന്നു. ഇനി പ്രാകൃത ഭാഷയിൽ ആയിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് ബ്രഹ്മി സ്ക്രിപ്റ്റിലുള്ളതായിരുന്നു. സ്ക്രിപ്റ്റും ലാംഗ്വേജും രണ്ടാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി NCERT ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ എഴുതിയിരിക്കുന്നത് മലയാളം എന്ന് പറയുന്ന ഭാഷ, എഴുതിയിരിക്കുന്ന ലിപി മലയാളം ലിപി. ഓക്കെ. ഇതേ വാക്ക് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് മലയാളം എന്ന് പറയുന്ന ഭാഷ, എഴുതിയിരിക്കുന്ന ലിപി ലാറ്റിൻ അഥവാ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ലാറ്റിൻ സ്ക്രിപ്റ്റ് തന്നെയാണ്. ആ ലിപി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളം എന്ന് പറയുന്ന ഭാഷയെ ഞാൻ എഴുതി. നേരത്തെ മലയാളം എന്ന് പറയുന്ന ലിപി ഉപയോഗിച്ചുകൊണ്ട് മലയാളം ഭാഷയെ ഞാൻ എഴുതി. അപ്പോൾ സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരേ കാര്യത്തെ പല ലിപികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാം. നമ്മൾ മംഗ്ലീഷ് എന്ന് വിശേഷിപ്പിക്കുന്ന പോലെ തമിഴ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. നമ്മളിപ്പോൾ മൊബൈലിൽ ടെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ ആ രീതിയിലാണ് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനെപ്പറ്റി പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡ്, ശക്തമായ മൗര്യ സാമ്രാജ്യത്തിന് ശേഷം വന്നിട്ടുള്ള രാജവംശങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇത്തവണത്തെ NTPC CBT 1-ന് ഗ്രാജുവേറ്റ് ലെവലിലെ CBT 1-ൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഇത്രയും ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB ചോദ്യങ്ങൾ ചോദിക്കാത്ത ഏരിയയിലേക്ക് കടക്കുന്നു. ഹോട്ട് ടോപ്പിക്സിന്റെ ആ ഒരു ജനറൽ കൺവെൻഷനിൽ നിന്നും അത് ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മറ്റ് മേഖലകൾ തേടി അവർ പോകുന്നു. സ്ഥിരമായിട്ട് ചോദിക്കുന്ന സോഴ്സുകളിൽ നിന്നല്ലാതെ മറ്റു സോഴ്സുകൾ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം, നമ്മുടെ ഗെയിം ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ റിവിഷൻ ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. പ്രോപ്പറായിട്ട് പഠിച്ചു വരിക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, ക്വിസുകൾ ചെയ്യുക, ടെസ്റ്റുകൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോസ്റ്റ് മൗര്യൻ പീരീഡ് ആണ്. അപ്പോൾ ഈ ഭാഗത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ NTPC CBT 1 ഗ്രാജുവേറ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ രാവിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരും സോൾവ് ചെയ്ത് നോക്കുക. NTPC CBT 1-ന്റെ ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇനി വരുന്ന പരീക്ഷകൾക്ക് നമ്മൾക്ക് ഒരു മാതൃകയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. കാരണം അതിൻ്റെ നിലവാരം, പ്രത്യേകിച്ച് GK പാർട്ടിൻ്റെ നിലവാരം നല്ല അത്യാവശ്യം ഒരുപാട് എന്താ പറയുന്നത് ഡീറ്റെയിലിംഗ് ഉള്ള ചോദ്യങ്ങൾ, ഈവൻ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചോദ്യങ്ങൾ നോക്കുക. തഖ്ത് ഇ ബാഹി ഇൻസ്ക്രിപ്ഷൻ ഏത് റൂളറുടെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോണ്ടഫോറനസ് അല്ലെങ്കിൽ ഗോണ്ടഫോറസ് എന്ന് പറയുന്ന റൂളറാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വാക്കടക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? വിന്ധ്യശക്തിയാണ് വാക്കടക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ശക എറ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ശക എറ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 78 AD-യിലാണ് ശകവർഷം ആരംഭിക്കുന്നത്. ഹത്തികുംബ ഇൻസ്ക്രിപ്ഷൻ ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കലിംഗ രാജാവായിട്ടുള്ള കരവേലയായിട്ട് ബന്ധപ്പെട്ടാണ് ഹത്തികുംബ ഇൻസ്ക്രിപ്ഷൻ ഇരിക്കുന്നത്. ഇനി ഷാഗാസ് എന്ന് പറയുന്നത് ഡിഫീറ്റഡ് ബൈ വിച്ച് ട്രൈബൽ ഗ്രൂപ്പ് ബിഫോർ എൻറ്ററിങ് ഇന്ത്യ? ഇന്ത്യയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ ഷാഗാസിനെ തോൽപ്പിച്ച
ട്രൈബ്സിൻ്റെ പേര് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യുഎച്ചീസ് ആണ്. യുഎച്ചി എന്ന് പറയുന്ന ട്രൈബ്സ് ആണ് ആരെ തോൽപ്പിക്കുന്നത്? ഷാഗാസിനെ തോൽപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് മൗര്യൻ പീരീഡിലെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി, ഒരു എക്സ്ട്രാ എഡ്ജ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊതുവെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള ബുക്കുകളിൽ കാണാത്തതോ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അതുകൂടെ നോട്ട് എഴുതി വെച്ച് പഠിക്കാനായിട്ട് നോക്കുക. കാരണം ഞാനത് അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇവിടെ കൊടുക്കാൻ, എക്സ്ട്രാ ഒരു സ്ട്രെസ് ഇവിടെ കൊടുക്കാൻ കാരണം ഇതിനകത്ത് ചോദ്യങ്ങൾ ഇത്തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ. പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഫോറിൻ ഇൻവേഷൻസ്. ഫോറിൻ ഇൻവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് കുടിയേറിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ ബാക്ട്രിയൻസ് എന്ന് വിളിക്കുന്ന വിഭാഗക്കാരുണ്ട്. ഇൻഡോ സ്കൈത്യൻസ് അല്ലെങ്കിൽ ഷാഗാസ് എന്ന് വിളിക്കുന്ന വിഭാഗക്കാരുണ്ട്. പാർത്തിയൻസ് എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട്. കുഷനാസ് എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട്. 4 ടീമുകളാണ് എവിടെ വരുന്നത്? ഫോറിൻ ഇൻവേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഇനി ഈസ്റ്റേൺ ഇന്ത്യൻ കിങ്ഡംസ്, നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാര്യമാണ് അല്ലേ? മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം നിങ്ങൾക്കറിയാം പാതലിപുത്രയാണ്. പാതലിപുത്ര എന്ന് പറഞ്ഞാൽ ബീഹാറിലെ പാട്നയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് ഈസ്റ്റേൺ സൈഡിലിരിക്കുന്ന ഒരു രാജവംശമാണ്. അപ്പോൾ മൗര്യ സാമ്രാജ്യം, ശക്തമായിട്ടുള്ളൊരു സാമ്രാജ്യം അവിടെ നിന്ന് ഇല്ലാതാകുമ്പോൾ അവിടെ വന്നിട്ടുള്ള പിൽക്കാല രാജവംശങ്ങൾ ആരൊക്കെയാണ്? ഒന്ന്, ശുംഗ. പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ശുംഗ രാജാവാണ് ബൃഹദ്രഥ എന്ന് പറയുന്ന മൗര്യ രാജാവിനെ, അവസാന മൗര്യ രാജാവിനെ വധിച്ചതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ പുഷ്യമിത്ര ശുംഗ എസ്റ്റാബ്ലിഷ് ചെയ്ത ശുംഗ ഡൈനാസ്റ്റി. പുഷ്യമിത്ര ശുംഗ എസ്റ്റാബ്ലിഷ് ചെയ്ത ശുംഗ ഡൈനാസ്റ്റിയെ അട്ടിമറിച്ചുകൊണ്ട് വരുന്നതാണ് വസുദേവ കൻവയുടെ കൻബ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതിനുശേഷം മഹാമേഘവാഹന അല്ലെങ്കിൽ ചെടി എന്ന് വിളിക്കുന്ന രാജവംശം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ചെഡീസ് എന്ന് വിളിക്കുന്ന രാജവംശവും എവിടെ തന്നെ വരുന്നു? ഈ ഒരു ഏരിയ, ഈസ്റ്റേൺ ഏരിയ, ഒറീസ, ബീഹാർ, ബംഗാൾ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള രാജവംശങ്ങളാണ്. എന്നാൽ ഡെക്കാൻ എന്ന് ഞാൻ പറയുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള രാജവംശങ്ങളാണ്. ശതവാഹന, ഇവിടെ കാണുന്ന മഹാമേഘവാഹന, ഇക്ഷവാഗൂസ്, വഖഠഖ ഇവരെല്ലാം തന്നെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്രയും രാജവംശങ്ങൾ, ഒരു ശക്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം അവിടെ നിന്ന് ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ കീഴിൽ, ആ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സാമന്തരായിട്ട് കഴിഞ്ഞിരുന്നവരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുകയും സ്വന്തമായിട്ടുള്ള സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും രാജവംശങ്ങൾ അവിടെ വരികയാണ്. ഇനി ഇതുകൂടെ ഓർത്തിരിക്കുക, ഇത് ഇപ്പം നമ്മൾ മുകളിൽ പഠിച്ചതെല്ലാം മൊണാർക്കുകളാണ്, രാജവംശങ്ങളാണ്. ഇനി അതല്ലാതെ തന്നെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്ന നോൺ മൊണാർക്കീസ് അല്ലെങ്കിൽ ഗണസംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതൊരു എക്സ്ട്രാ എഡ്ജാണ്. അതിന് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ള ഏതാനും സ്ഥലങ്ങളും അവിടുത്തെ രാജവംശങ്ങളും നിങ്ങളൊന്ന് നോക്കി പോവുക. അർജുനയാനാസ് എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് ഓഫ് മധുരയുടെ സൗത്ത് ഈസ്റ്റ് ഏരിയ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് അർജുനയാന എന്ന് പറയുന്ന ഗണസംഘം. മലവാസ് എവിടെയാണ്? പഞ്ചാബിലാണ്. യൗദയാസ് എവിടെയാണ്? ഈസ്റ്റേൺ പഞ്ചാബിലാണ്. കുനിന്ദാസ് എവിടെയാണ്? ശിവലിക് ഹില്ലുകളിലാണ്. ഹിഗർഥാസ് രവിക്കും സട്ലജിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവിടെ മൊണാർക്കുകളല്ല, ഒരു രാജാവിൻ്റെ കീഴിൽ കൃത്യമായിട്ട് ഇരുന്നിരുന്ന ആളുകളല്ല, നേരെ മറിച്ച് റിപ്പബ്ലിക്കുകളാണ്. അവിടെ എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത്. ഓക്കെ, ഏകദേശം റോമിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലകൊണ്ടിരുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് കൂടുതലും വടക്ക് പടിഞ്ഞാറ് നമ്മൾ ഈ പറയുന്ന ഇൻഡോ ഗ്രീക്സും ബാക്ട്രിയൻസും ഷാഗാസ് അല്ലെങ്കിൽ പാർത്തിയൻസ്, കുഷനാസ് ഒക്കെ വരുന്ന ആ ഒരു കാലഘട്ടത്തിൻ്റെയും ഇപ്പുറത്തെ ഈസ്റ്റേൺ ഇന്ത്യയുടെയും ഇടയിലുള്ള ആ ഒരു ബെൽറ്റ് നോക്കി ഞങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇന്ത്യയുടെ റഫ്ലി ഒരു മാപ്പ് ഞാനിവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ആര് വരുന്നത്? ഇവർ വരുന്നത്, ഈസ്റ്റേൺ ഇന്ത്യൻ കിങ്ഡംസ് വരുന്നത്. ഈ ഒരു ഏരിയയിലാണ് ആര് വരുന്നത്? ഈ ഡെക്കാൻ ടീം വരുന്നത്. ഈ ഒരു ബെൽറ്റിലാണ് ആര് വരുന്നത്? ഫോറിൻ ഇൻവേഷൻസ് വരുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള കൊച്ചു കൊച്ചു പോക്കറ്റുകളാണ് ആര് വരുന്നത്? ഈ പറയുന്ന നോൺ മൊണാർക്കീസ് അല്ലെങ്കിൽ ഗണസംഘങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു പോസ്റ്റ് മൗര്യൻ പീരീഡിൻ്റെ ഒരു പൊളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന രാജവംശങ്ങളെ പറ്റിയിട്ട് നമുക്ക് അറിവ് പകർന്നു തരുന്ന ഏതാനും ബുക്കുകൾ, കണ്ടന്റുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ സ്കോർ പോയിന്റ് ആണ്. കൺവെൻഷണൽ ആയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഇത് കാണില്ല. പല പല മെറ്റീരിയലുകളിൽ നിന്നും കിടക്കുന്ന ഡാറ്റയെ ഞാൻ സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി ഇവിടെ തന്നിരിക്കുന്നു എന്നുള്ളൂ. ഇതും നോട്ട് എഴുതി വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിനകത്തേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജാതക കഥകൾ ഈ കാലഘട്ടത്തെ പറ്റിയിട്ട് നമുക്ക്, ഈ കാലഘട്ടത്തിലെ പല രാജാക്കന്മാരെ പറ്റിയിട്ടും പല രാജവംശങ്ങളെ പറ്റിയിട്ടും നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ്. ആൻഡ് ദേ കണ്ടെയ്ൻസ് ദ സ്റ്റോറീസ് ഓഫ് ഓർഡിനറി പീപ്പിൾ, ട്രേഡേഴ്സ് ആൻഡ് ട്രാവലേഴ്സ്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ പറ്റിയിട്ടും ജാതക കഥകളിനകത്ത് പരാമർശമുണ്ട്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ
മിലിന്ദ് പാൻഹ ഈ സമയത്താണ് എഴുതപ്പെടുന്നത്. മിയാൻഡർ എന്ന് പറയുന്ന ഇൻഡോ ഗ്രീക്ക് രാജാവാണ് മിയാൻഡർ. ഇൻഡോ ഗ്രീക്ക് രാജാവായിട്ടുള്ള മിയാൻഡറിൻ്റെ അതുപോലെ തന്നെ നാഗസേനയുടെ അല്ലെങ്കിൽ നാഗാർജുനയുടെ സംഭാഷണമാണ് അതിനകത്തുള്ളത്. ലളിത വിസ്താര എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥം ഈ സമയത്താണ്. ദിവ്യധന എന്ന് പറയുന്ന ഗ്രന്ഥം ഈ സമയത്താണ്. ഈ ദിവ്യധന എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്താണ് പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ശുംഗരാജാവ് നടത്തിയിട്ടുള്ള ബുദ്ധമത പേഴ്സിക്യൂഷൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മതഭ്രാന്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മതത്തിന്റെ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പ്രതിഭാസമല്ല, അതിന് മുന്നേ ഉണ്ട്. പുഷ്യമിത്ര ശുംഗ ഒരു ബ്രാഹ്മണിക്കൽ ഓർഡറിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ബുദ്ധമത മൊണാസ്ട്രീസ് അടിച്ചു തകർത്തതിൻ്റെയും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകളോട് അദ്ദേഹത്തിന്റെ സമീപനം വളരെ മോശമായിരുന്നു എന്നും എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ദിവ്യധന എന്ന് പറയുന്നത്. എന്നാൽ അത് പുഷ്യമിത്ര ശുംഗ എന്ന് പറയുന്ന ശുംഗ രാജാവിന്റെ ഫൗണ്ടറിന്റെ കഥയാണ്. അതിനുശേഷം വന്നിട്ടുള്ള അഗ്നിമിത്രനായിക്കോട്ടെ മറ്റ് രാജാക്കന്മാരൊക്കെ ബുദ്ധമതത്തോട് ഒരു മൃദു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പിൽക്കാല രേഖകൾ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ഹർഷചരിത, ബാണഭട്ട് എഴുതിയിട്ടുള്ള ഹർഷചരിത നമുക്ക് ശുംഗാസിനെ പറ്റിയിട്ടും ഖാൻവാസിനെ പറ്റിയിട്ടും ശതവാഹനാസിനെ പറ്റിയിട്ടുള്ള അറിവ് പകർന്നു തരുന്നു. ഹർഷചരിത പിന്നീട് എഴുതപ്പെട്ടതാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അശ്വഘോഷ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള സാരിപുത്ര പ്രകരണ എന്ന് പറയുന്ന കൃതി, അതുപോലെ തന്നെ സൗന്ദര നന്ദ എന്ന് പറയുന്ന കൃതി, അതുപോലെ തന്നെ ബുദ്ധചരിത എന്ന് പറയുന്ന കൃതി, ഈ കൃതികളിൽ ആ കാലഘട്ടത്തെ ചരിത്രത്തെ പറ്റി കൊടുത്തിട്ടുണ്ട്. അതിലെ സാരിപുത്ര പ്രകരണ എന്ന് പറയുന്ന കൃതിക്കകത്താണ് ഈ പറയുന്ന സാരിപുത്രനും അതുപോലെ തന്നെ മൗഡ്ഗാലിയനും ബുദ്ധൻ എന്ത് ചെയ്യുന്നു ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത കഥയെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. ഇനി സ്മൃതികൾ, ആ സമയത്ത് എഴുതപ്പെട്ടുള്ള സ്മൃതികൾ, പ്രത്യേകിച്ച് മാനവധർമ്മശാസ്ത്ര അഥവാ മനുസ്മൃതി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്മൃതി, അതുപോലെ തന്നെ യജ്ഞവൽക്യ സ്മൃതി, ഇതെല്ലാം ആ കാലഘട്ടത്തെ രാജാക്കന്മാരെ പറ്റിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് തരുന്നതാണ്. ആൻഡ് പെരിപ്ലസ് മാരിസ് എരിത്രിയൈ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഇതിന്റെ ഓതർ ആരാണെന്ന് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കൃതി ഈ പറഞ്ഞ പോലെ whose author seems to have been an Egyptian Greek involved in trade who traveled from the head of the Red Sea to India and wrote a book based on his experience and observations. ആ കാലഘട്ടത്തിലെ ഇന്ത്യക്കാരുടെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഇനി രണ്ട് ചൈനീസ് ഗ്രന്ഥങ്ങളാണ്, ചിയാൻ ഹാൻഷു ആൻഡ് ഹൗ ഹാൻഷു എന്ന് പറയുന്ന രണ്ട് കൃതികൾ. ഇത് എന്നതിനെ പറ്റി പറയുന്നു, മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഇൻ സെൻട്രൽ ഏഷ്യ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു UHE ട്രൈബിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ കൃതികളിൽ നിന്നാണ്. which had a direct impact on the political situation in North India. ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി ശുംഗ രാജവംശത്തെ പറ്റിയിട്ടും കാൻവ രാജവംശത്തെ പറ്റിയിട്ടും ഒന്ന് നോക്കി. ശുംഗ രാജവംശം പുഷ്യമിത്ര ശുംഗ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഫസ്റ്റ് റൂളറാണ്, ബൃഹദ്രഥയെ തോൽപ്പിക്കുന്നു. പുഷ്യമിത്രയും യജ്ഞസേന എന്ന് പറയുന്ന വിദർഭയിലെ രാജാവും തമ്മിൽ എന്തുണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്. പുഷ്യമിത്ര ശുംഗയും ഏത് വിദർഭ രാജാവും തമ്മിലായിരുന്നു കോൺഫ്ലിക്റ്റ് എന്നുള്ളത്. യജ്ഞസേന എന്നാണ് രാജാവിന്റെ പേര്. ഇത് എവിടെ നിന്ന് കിട്ടും? മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന കൃതിയിൽ നിന്നും കിട്ടും. മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് കിട്ടും. അഗ്നിമിത്ര എന്ന് പറയുന്ന പുഷ്യമിത്ര ശുംഗയുടെ മകൻ അല്ലെങ്കിൽ കൊച്ചുമകനാണെന്നും മകനാണെന്നും പറയുന്ന രേഖകളുണ്ട്. ആ കൃതി അല്ലെങ്കിൽ അഗ്നിമിത്രയെ പറ്റിയിട്ട് നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ് മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന ഈ പറയുന്ന കൃതി. ഓക്കെ, വസുമിത്ര എന്ന് പറയുന്ന മറ്റൊരു രാജാവ്, അത് ഹർഷചരിതയ്ക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള രാജാവാണ് വസുമിത്ര. ഇനി ഭാവഭദ്ര ഓർ ഭദ്രക എന്ന് പറയുന്ന ലീഡർ അല്ലെങ്കിൽ ആ റൂളറിന്റെ സമയത്താണ് ഹീലിയോഡോറസ് പില്ലർ അല്ലെങ്കിൽ ഗരുഡ പില്ലർ അല്ലെങ്കിൽ ബസ്നഗർ പില്ലർ. എന്താണ് ബസ്നഗർ? ഇന്നത്തെ വിദീഷയിൽ, മധ്യപ്രദേശിലുള്ള വിദീഷയോട് അടുപ്പിച്ചാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. ബസ്നഗർ പില്ലർ എന്നും ഹീലിയോഡോറസ് പില്ലർ എന്നും ഗരുഡ പില്ലർ എന്നെല്ലാം അറിയപ്പെടുന്ന ആ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ദേവഭദ്ര അല്ലെങ്കിൽ ഭദ്രക എന്ന് പറയുന്ന ശുംഗ രാജവംശത്തെ പറ്റി അല്ലെങ്കിൽ ശുംഗ രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് ഇത് ആക്ച്വലി ഒരു ഇൻഡോ ഗ്രീക്ക് രാജാവാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷന്റെ കാരണക്കാരനായിട്ടുള്ളത്. ആ രാജാവിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അന്ത്യാൽകിഡസ്. അപ്പൊ അന്ത്യാൽകിഡസ് എന്ന് പറയുന്ന ഒരു ഇൻഡോ ഗ്രീക്ക് രാജാവ് തന്റെ സമകാലീനനായിട്ടുള്ള ഭാവഭദ്ര അല്ലെങ്കിൽ ഭദ്രക എന്ന് പറയുന്ന ശുംഗ രാജാവിന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ഹീലിയോഡോറസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് അംബാസഡറെ അയക്കുന്നു. എപ്രകാരമാണോ സെലസസ് നിക്കേറ്റർ മെഗസ്തനിസ് എന്ന് പറയുന്ന അംബാസഡറെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച് അതേപോലെ തന്നെ. അപ്പോൾ ഈ ഹീലിയോഡോറസ് പില്ലറിനകത്ത് ഈ പറയുന്ന രാജാവിനെ പറ്റിയിട്ടും അവിടുത്തെ ജീവിത രീതികളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ പില്ലറിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നത് എന്താ വെച്ചാൽ വസുദൈവ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. അപ്പം ഇൻഡോ ഗ്രീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഗ്രീക്ക് ദേവന്മാരെ ആരാധിച്ചിരുന്നവരാണെന്ന്. അല്ല, ഹീലിയോഡോറസ് വസുദൈവ കൃഷ്ണൻ എന്ന് പറയുന്ന ഹിന്ദു ദേവനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ പില്ലറിൽ നിന്നും കിട്ടും. ഇനി ദേവഭൂതിയാണ് ഏറ്റവും അവസാനത്തെ ശുംഗ രാജാവ് എന്ന് പറയുന്നത്. ദേവഭൂതിയെ വസുദേവ കൻവയാണ് വധിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു,
കൻവ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. കൻവ രാജവംശത്തിൽ ഈ പറഞ്ഞ പോലെ പോപ്പുലർ ആയിട്ടുള്ള റൂളർ ആര് തന്നെയാണ്? വസുദേവ കൻവ തന്നെയാണ്. ഇനി കൻവ രാജവംശത്തിന് ശേഷം ഈ പറയുന്ന മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട് മിത്ര ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫോറിൻ ഇൻവേഷൻസ്. ഇൻഡോ ഗ്രീക്സ് 200 BC മുതൽ 10 CE വരെയാണ് അവരുടെ കാലഘട്ടം. ഡെമിട്രിയസ് രണ്ടാമനാണ് പോപ്പുലർ ആയിട്ടുള്ള റൂളർ. മിയാൻഡർ അഥവാ മെനാൻഡർ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു റൂളറാണ്. മിലിന്ദ് പാൻഹ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കൃതി. ഇൻഡോ സ്കൈത്തിയൻസ് അഥവാ ഷാഗാസ് എന്ന് പറയുന്നു. അത് അവരെ UHE ട്രൈബ്സ് ആണ് ഇവരെ ആക്രമിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കഥയായിട്ടൊന്നുമില്ല, ഞാനൊരു റഫ്ലി നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പാർത്തിയൻസ് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഇറാൻ കിടക്കുന്നത്. ഇറാൻ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ആളുകളാണ് പാർത്തിയൻസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രൈബ്സിനെയാണ് നമ്മൾ പാർത്തിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡോ ഗ്രീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെലസസ് നിക്കേറ്റർ എന്ന് പറയുന്നത് ഗ്രീക്ക് പ്രൊവിൻസിന്റെ ഗവർണർ ആയിരുന്നു. നമ്മൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഗവർണർ ആയിരുന്നു അല്ലെ. അപ്പൊ ആ തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെ ഈ ഗ്രീക്ക് അലക്സാണ്ടർ ഇൻവേഷന് ശേഷം ഇവിടെ നിന്ന് ഭരിച്ചിട്ടുള്ള ഗ്രീക്കുകാരെ വിളിക്കുന്ന പേരാണ് ഇൻഡോ ഗ്രീക്സ്. അവർ ഏറ്റവും കൂടുതൽ അവരുടെ പവർ സെന്റർ എന്ന് പറയുന്നത് ബാക്ട്രിയ, അഫ്ഗാനിസ്ഥാൻ്റെ അടുത്തുള്ള ബാക്ട്രിയ ആയതുകൊണ്ടും കൂടുതൽ ആ ഏരിയയിൽ നിന്നും ആളുകൾ ആയതുകൊണ്ടും അവരെ ബാക്ട്രിയൻസ് എന്നും കൂടെ വിളിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വന്ന കൂട്ടർ. ഇതാണ് മൂന്നാമത് വന്ന കൂട്ടർ. ഇൻഡോ പാർത്തിയൻസ്, ഇറാന് കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ആളുകൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അവരെ ഇൻഡോ പാർത്തിയൻസ് എന്ന് വിളിക്കുന്നു. ബാക്ട്രിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിച്ചിരുന്ന ഗ്രീക്കുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവരെ ഇൻഡോ ഗ്രീക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കൂട്ടരാണ് ആര്? ഷാഗാസ് എന്ന് പറയുന്നത്. ഈ ഷാഗാസിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൈന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹാൻ വംശജര് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഈ എൻഡിൽ താമസിച്ചിരുന്ന ഒരു ട്രൈബ്സ് ആണ് ആര്? UHE എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഈ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഷാഗാസിനെ ഇങ്ങോട്ട് വരേണ്ടി വരുന്നു, താഴത്തേക്ക് വരേണ്ടി വരുന്നു. ഹാൻസ് UHEകൾ ആക്രമിക്കുന്നു, UHE ഷാഗാസിനെ ആക്രമിക്കുന്നു, ഷാഗകൾ അത് കാരണം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, താഴോട്ട് ഇറങ്ങി വരുന്നു. താഴെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഇൻഡോ ഗ്രീക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവരുടെ ഇവിടെ ഇൻഡോ സ്കൈത്തിയൻസ് അല്ലെങ്കിൽ ഷാഗാസ് എന്നുള്ള പേരിൽ അവർ ഇന്ത്യയിൽ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഹാൻ വംശജരായിട്ടുള്ള ചൈനീസ് ട്രൈബ്സ് UHEകൾ ആക്രമിക്കുന്നു. UHEകൾ ആരാക്രമിക്കുന്നു? ഷാഗകൾ ആക്രമിക്കുന്നു. ഷാഗകൾ താഴത്തോട്ട് വരുന്നു. ഇതാണ് അവിടുത്തെ രത്ന ചുരുക്കം. കോംപ്ലിക്കേറ്റഡ് ആണ്, സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഈ UHEകൾ പിന്നീട് എന്ത് ചെയ്യുന്നു? 5 ഗോത്രങ്ങളായിട്ട് മാറുന്നുണ്ട്. UHE ട്രൈബ്സ് പിന്നീട് 5 ഗോത്രങ്ങളായിട്ട് മാറുന്നുണ്ട്. ഈ 5 ഗോത്രങ്ങളെ രണ്ടാമത് സെക്കൻഡ് ടൈം UHE ട്രൈബ്സിനെ ഒന്നിപ്പിക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുജുല കട്ട്ഫൈസിസ് എന്ന് പറയുന്ന റൂളറാണ്. ഈ റൂളറാണ് പിന്നീട് കുഷൻ അല്ലെങ്കിൽ കുഷനാസ് എന്ന് പറയുന്ന രാജവംശത്തിന് ഫൗണ്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കുഷനാസും ബേസിക്കലി എന്ത് തന്നെയാണ്? UHE ട്രൈബുകൾ തന്നെയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇത് പഠിച്ച് വെക്കാൻ വേണ്ടി പറയുന്നതാണ്, ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതിനകത്തുനിന്ന് ചോദ്യം വന്നതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ഇത് പറയുന്നത്. ആൻഡ് ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള NCERT ബുക്കുകളിലോ റാങ്ക് ഫയലുകളിലോ കിട്ടില്ല. ഇത് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ബുക്കുകളിൽ, ഉപേന്ദ്ര സിംഗ് പോലെയുള്ള ബുക്കുകളിലോ അല്ലെങ്കിൽ ഇഗ്നുവിൻ്റെ BA ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കാണാനായിട്ട് വരുന്നത്. അവിടെയും ഇത്ര ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ ഇതൊരു പടി കൂടെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇൻഡോ സ്കൈത്തിയൻസ് ഓർ ഷാഗാസ് എന്ന് പറയുന്ന അവരെ ആക്രമിക്കുന്ന ആരാണ്? UHE ട്രൈബുകളാണ്. അപ്പോൾ ബേസിക്കലി കുഷനാസ് എന്ത് തന്നെയാണ്? UHE ട്രൈബ്സ് ആണ്. പക്ഷേ ആ കാലഘട്ടം നോക്കിയാൽ മതി, 150 BC ആക്രമിച്ച UHEകൾ പിന്നീട് 5 ഗോത്രങ്ങളായിട്ട് മാറി. അവരെ പിന്നീട് ഒന്നിപ്പിക്കുന്നത് ഈ കട്ട്ഫൈസിസ് ആണ്. ഇപ്പോൾ 30 CE എന്ന് പറഞ്ഞാൽ 200 വർഷത്തിന് ശേഷമാണ് 5 ഗോത്രങ്ങളെ പിന്നീട് ഒന്നിപ്പിച്ച് UHEകളെ വീണ്ടും പവർഫുൾ ആക്കി മാറ്റുന്നത്. ഓക്കെ, അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, ജസ്റ്റ് കഥ പോലെ കേട്ടിരിക്കുക. മാവൂസ് ആണ് ഒന്നാമത്തെ റൂളർ. അസീസ് എന്ന് പറയുന്ന മറ്റൊരു റൂളർ ഉണ്ട്, ഇൻഡോ ഗ്രീസിനെ തോൽപ്പിക്കുന്ന അദ്ദേഹമാണ്. രുദ്രമൻ പിന്നീട് വന്ന പിൽക്കാല റൂളറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ്. അവിടെയാണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ ഇരിക്കുന്നത്. നഹബാനയുടെ നാസിക് ഇൻസ്ക്രിപ്ഷൻ വളരെ പോപ്പുലർ ആണ്. ഗോണ്ടഫോറസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡോ പാർത്തിയൻ ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ് തഖ്ത് ഇ ബാഹി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് കാണുന്ന ഇൻസ്ക്രിപ്ഷൻ എന്താണ്?
ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ടാണ് എല്ലാ ഇൻസ്ക്രിപ്ഷനും അറിയപ്പെടുന്നത്. ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ, നാസിക് ഇൻസ്ക്രിപ്ഷൻ, അതുപോലെ തക്തിബാഹി എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഇൻസ്ക്രിപ്ഷനകത്ത് ഗോണ്ടഫറസ് അല്ലെങ്കിൽ ഗോണ്ടഫർണസ് എന്ന് പറയുന്ന രാജാവിനെ പറ്റി പറയുന്നുണ്ട്. ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളവരാണ് ശതവാഹനാസ്. ശതവാഹനാസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൂളർ സിമുഗ, ഗൗതമി പുത്ര ശതകർണി, കിങ് ഹാലയുടെ ഈ എന്താ പറയുന്നത് ഈ കൃതി ഒന്ന് ഓർത്തിരിക്കുക. ഗഹ സട്ടസൈ അല്ലെങ്കിൽ ഗാഥ സപ്തസതി. ഈ കൃതി ആരെ പറ്റിയിട്ടുള്ളതാണ്? കിങ് ഹാലയുടെ സമയത്തുള്ളതാണെന്നുള്ള ഓർത്തിരിക്കുക. ഇനി മഹാമേഘവാഹന അഥവാ ചെടി ഡൈനാസ്റ്റി, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് കരവേല. അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷനാണ് ഹത്തിക്കുംബ ഇൻസ്ക്രിപ്ഷൻ. വാക്കടക ഡൈനാസ്റ്റി, ഇന്ത്യ ശക്തിയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൂളർ. പിന്നെ വരുന്ന റൂളേഴ്സാണ് പ്രവരസേന അതുപോലെ തന്നെ ഹരിസേന. ആ വർഷങ്ങളും കൂടെ ഒന്ന് അപ്രോക്സിമേറ്റ്ലി ഓർത്തിരിക്കുക. വിക്രമ എറ, ശക എറ എന്നിങ്ങനെയുള്ള 2 വർഷങ്ങളെ പറ്റിയിട്ട് ഓർത്തിരിക്കുക. വിക്രമ എറ എന്ന് പറയുന്നത് 57 BCE-യിലാണ്. വിക്രമാദിത്യ ബിഗെയിൻ ദ വിക്രമ സമ്രാട്ട് എറ ആഫ്റ്റർ ഡിഫീറ്റിംഗ് ദ ശാഖാസ് ഓഫ് ഉജ്ജയിനിലെ ശാഖകളെ തോൽപ്പിച്ചുകൊണ്ട് വിക്രമാദിത്യ എന്ന് പറയുന്ന രാജാവ് വിക്രമ സമ്രാട്ട് എറ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിക്രമാദിത്യൻ ഏത് രാജാവാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചരിത്രകാരന്മാരുടെ ഇടയിൽ ഒരു ധാരണയില്ല. അദ്ദേഹത്തെ ഒരു ലെജൻഡറി രാജാവായിട്ടാണ് അല്ലെങ്കിൽ ഒരു മിത്തിക്കൽ രാജാവായിട്ടാണ് പറയുന്നത്. ശകവർഷം നമുക്കറിയാവുന്നതാണ്. കനിഷ്ക രാജാവ് അധികാരത്തിലേറിയ വർഷം 78 CE ആണ് പറയുന്നത്. ആൻഡ് ഇത് ഇന്ത്യൻ കലണ്ടറിൻ്റെ ബിഗിനിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇറക്കുന്ന ഏത് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഗ്രിഗോറിയൻ കലണ്ടർ, അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറും അതിൻ്റെ കൂടെ തന്നെ ശാഖ കലണ്ടറിലുള്ള ഡേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെ ഒഫീഷ്യലി ഈ നാഷണൽ കലണ്ടറായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് 957-ലാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, സംഘം ഏജാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ് മൗര്യൻ പീരീഡിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോട്ടിനകത്ത് രേഖപ്പെടുത്തി വെച്ച് പഠിക്കുക. അടുത്ത എക്സാമിന് ചോദിച്ചാൽ കിട്ടണം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സംഘം ഏജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് രാവിലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഹൂ വേർ ദ പാട്രൺസ് ഓഫ് സംഘം ലിറ്ററേച്ചർ? ആരാണ്? പാണ്ഡ്യ രാജവംശങ്ങളാണ്. ഇനി ഇത് NTPC CBT 1 ചോദിച്ചുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് സംഘം ആന്തോളജീസ്? പുറനാനൂറ് ആൻഡ് പതിരിപ്പട്ട് ഫ്രം ദ എട്ടുതൊകൈ കളക്ഷൻ. അപ്പോൾ എട്ടുതൊകൈ എന്ന് പറയുന്ന കളക്ഷനകത്തുള്ള 2 കമ്പൈലേഷൻസ് ആണ്. പുറനാനൂറ് എന്ന് പറയുന്ന കൃതിയും അതുപോലെ തന്നെ പതിരിപ്പത്ത് എന്ന് പറയുന്ന കൃതിയും. ഇത് രണ്ടിനകത്തും എന്താണ് മെയിൻ ഫോക്കസ്? ഹീറോയിസം ആൻഡ് പ്രൈസസ് ഓഫ് കിങ്സ് ആൻഡ് ദ ഡേറ്റ്സ്, അഥവാ പുറം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് വരുന്നത്. ഇനി വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ ഫസ്റ്റ് 5 ആന്തോളജീസ്? കുറുന്തുകൈ, നറിനൈ, അകനാനൂറ്, ഐൻകുനൂറ് ആൻഡ് കളിത്തൊട്ടകൈ ഓഫ് ദി എട്ടുതൊകൈ ഇൻ സംഘം ലിറ്ററേച്ചർ. അപ്പോൾ അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് അകമാണ്. ഇനി ദ എപ്പിക്സ് ഓഫ് സംഘം പീരീഡ് സിലപ്പതികാരം ആൻഡ് മണിമേഖലൈ വെർ റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഏതാണ്? തമിഴ് ലാംഗ്വേജിലാണ്. ആസ് പെർ തമിഴ് ട്രഡീഷൻ അസംബ്ലീസ് ഓഫ് പോയിന്റ്സ് നോൺ ആസ് സംഘം വെർ ഹെൽഡ് അറ്റ്, എവിടെയാണ് ഹെൽഡ് ചെയ്തത്? പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്ന മധുരയിലാണ് ഹെൽഡ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ NTPC CBT 1-നും നമുക്ക് സംഘകാലത്ത് നിന്ന് ചോദ്യങ്ങളുണ്ട്. അത്ര കണ്ട് നമ്മളെ കൂടുതലെല്ലാം എന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് നമുക്ക് പൊടി തട്ടിയെടുക്കാം. അപ്പോൾ the poems belonging to what is called സംഘം ലിറ്ററേച്ചർ are based on 2 main themes. സംഘകാല കൃതികളെ പ്രധാനമായിട്ടും നമ്മൾ 2 തീമുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒന്ന് ലവ് അല്ലെങ്കിൽ അകം എന്ന് പറയും, ലവ് സോങ്സ് അല്ലെങ്കിൽ അകം. 2 പുറം അഥവാ ഹീറോയിസം ആൻഡ് പ്രൈസസ് ഓഫ് കിങ്സ് ആൻഡ് ദെയർ ഡീഡ്സ്, രാജാക്കന്മാരുടെ അവരുടെ ബ്രേവറിനെ പറ്റി, അവരുടെ ഈ പറയുന്ന യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ് പുറം കൺസെപ്റ്റ്. അപ്പോൾ അകം കൺസെപ്റ്റ്, പുറം കൺസെപ്റ്റ്, അങ്ങനെ 2 തീംസിലാണ് സംഘകാല കൃതികൾ പറയുന്നത്. സംഘകാല കൃതികൾ എഴുതപ്പെട്ടു അല്ലെങ്കിൽ അത് ചിട്ടപ്പെടുത്തി എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ട് BCE തൊട്ട് 3-ാം നൂറ്റാണ്ട് CE വരെയുള്ള ഏകദേശം ഒരു 600 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് ഈ കൃതികൾ എഴുതപ്പെട്ടതാണ്. ഈ ഒരു കാലഘട്ടത്തെ മെൻഷൻ ചെയ്യുന്നത്. ഇനി സംഘകാല കൃതികളെ ഈ കാണുന്ന പ്രധാനപ്പെട്ട 3 കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഒന്ന് 8 തുകൈ എന്ന് പറയുന്ന 8 ആന്തോളജീസ് ഉണ്ട്. 10 പാട്ട് എന്ന് പറയുന്ന 10 ലോങ് പോയംസ് ഉണ്ട്. തോൽക്കാപ്യം എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഗ്രന്ഥം, ഒരു വ്യാകരണ ഗ്രന്ഥവും ഉണ്ട്. പാണിനിയുടെ അഷ്ടാധ്യായി എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥം പോലെ തന്നെ തോൽക്കാപ്യം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കൂടെ ഉണ്ട്. എവിടെ? ഈ സംഘകാല കൃതിയിൽ. ഇതിൽ 8 തുകയെ പറ്റി ആദ്യം നോക്കാം. 8 തുകയിൽ കൊടുത്തിട്ടുള്ള കൃതികളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്.
കുറുന്തൊകൈ, നറിനൈ, അകനാനൂറ്, ഐങ്കുരുനൂറ്, കളിത്തൊട്ടകൈ, പുറനാനൂറ്, പതിരുപാട്ട്, പരിപ്പട്ടൽ. അങ്ങനെ 8 കൃതികളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ആദ്യത്തെ 5 കൃതികൾ എന്ത് തീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആദ്യത്തെ 5 കൃതികൾ നമ്മുടെ അകം തീമും ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അകം തീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The theme of the first 5 anthologies of the എട്ടുതൊകൈ or 8 anthologies of collected poetry is love or അകം. ഇനി the theme of the next 2 anthologies, പുറനാനൂറ് and പതിരുപത്ത്, is heroism and praises of kings and their deeds, while the 8th anthology, 8ാമത്തെ ആന്തോളജി ഏതാണ്? പരിപ്പത്തൽ എന്ന് പറയുന്ന ആന്തോളജി. ആ ആന്തോളജിയിൽ നമുക്ക് അകവും കാണാം, പുറവും കാണാം. അപ്പോൾ 8 തുകൈ എന്ന് പറയുന്ന 8 കമ്പൈലേഷൻസിൽ ആദ്യത്തെ 5 കൃതികൾ അകം എന്ന് പറയുന്ന അകം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് തീമിനകത്തും, ബാക്കി വരുന്ന 2 കൃതികൾ പുറം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്തും, 8ാമത്തെ കൃതിക്കകത്ത് അകവും പുറവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി പരിപ്പത്തൽ എന്ന് പറയുന്ന കൃതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 ദേവതകളെ പറയുന്നുണ്ട്. വിഷ്ണു, ശിവൻ, ദുർഗ, മുരുകൻ തുടങ്ങിയ ദേവതകളെ പറ്റിയിട്ട് നമുക്ക് അവിടെ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പരിപ്പത്തൽ എന്ന് പറയുന്ന കൃതിക്കകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സംഘകാല കൃതികളെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 തുകൈ, 10 പാട്ട്, തോൽക്കാപ്പിയം. 8 തുകൈ എന്ന് പറയുന്നത് 8 ആന്തോളജീസ് ആണ്. അതിൽ ആദ്യത്തെ 5 കൃതികൾ അകം തീമിനകത്താണ് വരുന്നത്. അകം എന്ന് പറഞ്ഞാൽ പ്രണയത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി, സ്പിരിച്വാലിറ്റിനെ പറ്റി സംസാരിക്കുന്നവയാണ്. 2, 6, 7 കൃതികൾ, 6ാമത്തെയും 7ാമത്തെയും കൃതികൾ പുറം ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 8ാമത്തെ കൃതിക്കകത്ത് അകവും വരുന്നുണ്ട്, പുറവും വരുന്നുണ്ട്. 8ാമത്തെ കൃതിക്കകത്ത് 4 ദേവതമാരെ പറ്റിയും പറയുന്നുണ്ട്. ആരെപ്പറ്റി? വിഷ്ണു, ശിവ, ദുർഗ ആൻഡ് മുരുകൻ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ വ്യക്തമാണ്. സംഘകാല കൃതികളിൽ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മതപരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്, കുറവാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വിഷ്ണുവിനെ പറ്റിയും ശിവനെ പറ്റിയും ദുർഗനെ പറ്റിയും മുരുകനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ സംഘകാല കൃതികളിൽ എന്തുണ്ട്? മതപരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്, കുറവാണ്, താരതമ്യേന കുറവാണ്. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വേദിക് ലിറ്ററേച്ചർ അല്ലെങ്കിൽ അതിന് മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള വേദകാല ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടോ ആ കാലഘട്ടങ്ങളിൽ തന്നെ എഴുതിയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ കൃതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംഘകാല കൃതികളിൽ റിലീജിയസ് അഫയേഴ്സ് കുറവാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. എന്ന് വെച്ചാൽ ഇല്ല എന്നല്ല. ഇനി 10 പാട്ട് എന്ന് പറയുന്ന 2ാമത്തെ കൃതിയെ പറ്റി നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെ 10 കൃതികൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളതിനകത്ത് വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പോവുക. തോൽക്കാപ്യം ആണ് നമ്മുടെ 3ാമത്തെ കാറ്റഗറി വരുന്നത്. തോൽക്കാപ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു തമിഴ് ഗ്രാമർ ഗ്രന്ഥമാണ്. അതിന് 3 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 സെക്ഷൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ് ഭാഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3ാമത്തെ സെക്ഷൻ എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പറയുന്ന പോലെ പ്രോസഡി, റെറ്റോറിക്, പോയറ്റിക്സ്, ജോണസ്, തീംസ്, ബിഹേവിയറൽ കോഡ്സ്, പോയറ്റിക് ഡിക്ഷൻ തുടങ്ങിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദി എൻറ്റയർ തോൽക്കാപ്യം കൺസിസ്റ്റ് ഓഫ് 1612 കുത്തിരംസ് വിച്ച് ഇൻ എ സെൻസ് ക്യാൻ ബി സെഡ് ടു ബി കറസ്പോണ്ട് ടു സംസ്കൃത് സൂത്ര. നമ്മൾ വേദങ്ങളിൽ സൂത്രം എന്നും മന്ത്രം എന്നും ഒക്കെ പറയുന്ന പോലെ തന്നെയുള്ള 1612 കുത്തിരംസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? തോൽക്കാപ്യത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ തമിഴ്നാട് SCERT കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് കൂടെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. വുമൺ പോയറ്റ്സ് ഓഫ് സംഗമേജ്. 450 പോയറ്റുകളാണ് നമ്മൾ ഈ പറഞ്ഞ 3 കൃതികളിലേക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 30ഓളം പേര് സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രോമിനന്റ് ആൻഡ് പ്രൊലിഫിക് ആയിട്ടുള്ള ആളുകളാണ് ഔവയ്യർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരാണ് അല്ലൂർ, നാൺമുള്ളയ്യർ എന്ന് പറയുന്നത്. ഈ പറയുന്ന പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ചിലപ്പോൾ ഇത്രയായിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒരു പേര്, പ്രത്യേകിച്ച് ഔവയ്യർ എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ട് ഇവർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ആ പേരുകൾ അറ്റ്ലീസ്റ്റ് ഇത് SCERT കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി പഠിച്ച് ഒന്ന് പരാമർശിച്ച് പോയെന്നേ ഉള്ളൂ. അത് പഠിച്ചിരിക്കാൻ പറ്റുമോ നോക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ ഫസ്റ്റ് 5 ആന്തോളജീസ്? ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് നോക്കുക. ഈ ഒരു സെൻറ്റൻസ് നോക്കുക. ദ തീം ഓഫ് ദ ഫസ്റ്റ് 5 ആന്തോളജീസ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഓഫ് ദ 8 തുകൈ. ഈ സെൻറ്റൻസ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് BA ഹിസ്റ്ററിയുടെ നോട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ ആവണം നിർബന്ധമില്ല. ഒരു പടി കൂടെ മുകളിൽ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇത്തവണ നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഈ റിവിഷൻ സീരീസിലൂടെ മാക്സിമം അങ്ങനത്തെ പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ
അതിപ്പോൾ നമ്മുടെ ക്ലാസ്സുകളാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെ, ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ, അത് പഠിച്ച് വന്ന് അതിൻ്റെ കൂടെ നിങ്ങളുടെ കൈവശമുള്ള നോട്ടിലേക്ക് ഈ കാണുന്ന പോയിന്റ്സും കൂടെ ഒന്ന് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും, നിങ്ങൾക്ക് അതൊരു അസറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഘകാല ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളെ പറ്റിയിട്ട് നോക്കാം. നമുക്ക് മൂവേന്ദർ എന്നാണ് അവരെ വിളിക്കുന്നത്. സംഘകാല കൃതികളിൽ മൂവേന്ദർ എന്നാണ് അവരെ വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തെ രാജവംശം എന്ന് പറയുന്നത് ചേരാസ് ആണ്. ചേര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേരളം ഭരിച്ചിരുന്ന രാജവംശമാണ്. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഞ്ചിയാണ്. അവരുടെ എംബ്ലം എന്ന് പറയുന്നത് ബോ ആൻഡ് ആരോ ആണ്. അവിടുത്തെ പോർട്സ് എന്ന് പറയുന്നത് തൊണ്ടി ആൻഡ് മുസിരി ആണ്. അവിടുത്തെ കൃതി ഇളങ്കോ അടികൾ ബ്രദർ ഓഫ് ചേരൻ കിങ് സെങ്കട്ടുവൻ, ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ രാജവംശം എന്ന് പറയുന്നത് ചോളാസ് ആണ്. ചോളാസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പുഹാർ ഓർ ഉറയൂർ ആണ്. ടൈഗർ ആയിരുന്നു അവരുടെ എംബ്ലം എന്ന് പറയുന്നത്. കരികാല ദ ഗ്രേറ്റ് ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ രാജവംശമാണ് പാണ്ഡ്യ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മധുരയാണ്. അവരുടെ എംബ്ലം എന്ന് പറയുന്നത് ഫിഷ് ആയിരുന്നു. കോർക്കയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പോർട്ട് എന്ന് പറയുന്നത്. ഫേമസ് റൂളർ നെടുംചെളിയനാണ്. നെടുംചെളിയൻ എന്ന് പറയുന്ന റൂളറാണ് പ്രധാനപ്പെട്ട റൂളർ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണകിയുടെ കഥയ്ക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റൂളേഴ്സും അവരുടെ പേരുകളൊക്കെയാണ്. ഈ കണ്ണകിയുടെ കഥ എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന ഇളങ്കോ അടികൾ കിങ് സെങ്കട്ടുവനാണ് ആ സമയത്തെ റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതാണ് സംഘകാലമായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഗുപ്ത രാജവംശത്തെ പറ്റിയിട്ടാണ്. ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഇത് NTPC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഇത്തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹൂ സക്സീഡഡ് ചന്ദ്രഗുപ്ത വൺ ആസ് ദ റൂളർ ഓഫ് ഗുപ്ത എംപയർ? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സമുദ്രഗുപ്ത. ഹൂം ഡിഡ് ചന്ദ്രഗുപ്ത ടു മാരി ആഫ്റ്റർ ഡിഫീറ്റിംഗ് ശാക കിങ്? ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ പെട്ടെന്ന് കൺവെൻഷണൽ സോഴ്സുകളിൽ കാണാൻ പറ്റാത്തൊരു ചോദ്യമാണ്. കുബർനാഗയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. സ്ഥിരഭുക്തി എന്ന് പറയുന്നത് ഏത് ഗുപ്ത ഇൻസ്ക്രിപ്ഷൻ ഏത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ബീഹാർ ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നെയിം ദ ഡോട്ടർ ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകളുടെ പേരെന്താണ്? പ്രഭാവതി ഗുപ്തയാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്സ് ഓഫ് ഗുപ്ത എംപയർ വാസ് ഓൾസോ എ ഗുഡ് വീണ പ്ലെയർ? അപ്പോൾ കവിരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമുദ്രഗുപ്തയാണ് നല്ല വീണ പ്ലെയർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗുപ്ത എംപയറിനെ പറ്റി നോക്കാം. അതിൻ്റെ സോഴ്സുകൾ നമുക്ക് ആദ്യം നോക്കാം. എപ്പിഗ്രഫിക്കൽ സോഴ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ, നമ്മുടെ ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ വളരെ പോപ്പുലർ ആണ്. അതിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, സമുദ്രഗുപ്തയുടെ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. സമുദ്രഗുപ്തയുടെ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് തെറ്റാണ്. ഈ പില്ലർ ഇൻസ്ക്രിപ്ഷൻ കൊണ്ടുവച്ചത് അശോക ചക്രവർത്തിയാണ്. അതിൻ്റെ മുകളിൽ പിന്നീട് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. ആരാണ് എഴുതി ചേർത്തത്? ഹരിസേന സംസ്കൃത ഭാഷയിലാണ് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എഴുതി ചേർത്തത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. സമുദ്രഗുപ്തയുടെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും 33 വരികളിലായിട്ട് ഹരിസേന എന്ന് പറയുന്ന സമുദ്രഗുപ്തയുടെ കൊട്ടാരത്തിലുള്ള ആസ്ഥാന കവി സംസ്കൃത ഭാഷയിൽ നഗരി സ്ക്രിപ്റ്റിൽ അലഹാബാദ് പില്ലറിനകത്ത് എഴുതി വെച്ചു. അലഹാബാദ് പില്ലർ അതിന് മുന്നേ ഉണ്ടായിരുന്ന മൗര്യ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന അശോക ചക്രവർത്തിയുടെ കാലത്ത് സ്ഥാപിച്ചതാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ബുദ്ധഗുപ്ത. ബുദ്ധഗുപ്ത എന്ന് പറയുന്ന ഗുപ്തയിലെ ലേറ്റർ ഗുപ്താസിൽ വരുന്ന ഒരു റൂളറാണ് ബുദ്ധഗുപ്ത. അദ്ദേഹത്തിൻ്റെ ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഈ പറഞ്ഞ പോലെ എപ്പിഗ്രഫിക്കൽ സോഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ന്യൂമിസ്മാറ്റിക് സോഴ്സുകളിനകത്ത് നാണയങ്ങളുടെ അകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പം സമുദ്രഗുപ്തയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നാണയമാണ്. ദ കിങ് ഹു പ്ലേഡ് ദ വീണ, വീണ വായിച്ചിരുന്ന രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്രഗുപ്തയാണ്. അതുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ സമയത്ത് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം. അപ്പോൾ ശക്തമായ മൗര്യ സാമ്രാജ്യം അസ്തമിക്കുന്നു. അതിനുശേഷം പോസ്റ്റ് മൗര്യൻ പീരീഡിൽ നമ്മൾ കണ്ടതാണ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇൻഡോ ഗ്രീക്സ്, ഷാഗാസ്, പാർത്തിയൻസ്, കുഷിനാസ് ഭരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് റിപ്പബ്ലിക്കുകൾ വരുന്നു, അല്ലേ? യൗദേയ പോലെയുള്ള കുറച്ച് റിപ്പബ്ലിക്കുകൾ വരുന്നു. ഈസ്റ്റേൺ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ആര് ഭരിക്കുന്നു? ശുംഗ ഡൈനാസ്റ്റി, കാൻബ ഡൈനാസ്റ്റി, അതുപോലെ തന്നെ മിത്രാസ് ഒക്കെ വരുന്നു. ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ആര് ഭരിക്കുന്നു? ശതവാഹനാസ് ഭരിക്കുന്നു. അതിനുശേഷം അവിടെ ആര് വരുന്നു? നമ്മുടെ മഹാമേഘവാഹന അല്ലെങ്കിൽ ചെടി ഡൈനാസ്റ്റി വരുന്നു. വാക്കഡ ഇക്ഷവാകു ഒക്കെ വരുന്നു. അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അടുത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജവംശം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം ഡെവലപ്പ് ചെയ്തു വരുന്നു, അല്ലേ? അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഷന രാജവംശം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കനിഷ്ക എല്ലാം കുഷന രാജവംശത്തിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളറായിരുന്നു. 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി ആയപ്പോഴേക്കും, 3-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 CE ഇപ്പുറമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ 3-ാം നൂറ്റാണ്ട് വിളിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി ആയപ്പോഴേക്കും ഇറാനിൽ
സസാനിയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ റൂളേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവരുടെ കീഴിലേക്ക് ഈ കുശനാസിനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇറാനിൽ ഉള്ള ഒരു രാജവംശം ഈ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലുള്ള കുശനാസിനെ വരെ തോൽപ്പിക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജവംശം അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നു. ഇനി യൗദേയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂളേഴ്സ് മധുര കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ഹരിയാന കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഒരു എപ്പി സെൻറ്റർ വരുന്നു. മാലവാസ് രാജസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിക്കുന്നു. ആൻഡ് ഇവർ റിപ്പബ്ലിക്കുകളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി നാഗാസ് എന്ന് പറയുന്ന വിഭാഗക്കാർ അവരുടെ സെവറൽ ബ്രാഞ്ചസ് ഈ പറഞ്ഞ പോലെ മധുര കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു വരുന്നുണ്ട്. വാക്കടക എന്ന് പറയുന്ന ഒരു രാജവംശം വിന്ധ്യശക്തി എന്ന് പറയുന്ന റൂളറിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ വിദർഭ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലുള്ള വിദർഭ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിക്കുന്നു. കോസ്റ്റൽ ഏരിയ, ആന്ധ്രയിലെ കോസ്റ്റൽ ഏരിയയിൽ ഇക്ഷവാഗൂസും അതുപോലെ തന്നെ ശലങ്കായനാസും എന്ത് ചെയ്യുന്നു, ഭരിക്കുന്നു. ഇനി കർണാടകയിലാണെന്നുണ്ടെങ്കിൽ കടമ്പ എന്ന് പറയുന്ന ഒരു റൂളേഴ്സ് അധികാരത്തിൽ വരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേര് മയൂര ശർമ്മൻ എന്നാണ്. അദ്ദേഹത്തെ പറ്റി എഴുതിയിരിക്കുന്നത് തലകുണ്ട ഇൻസ്ക്രിപ്ഷനകത്താണ്. ആ പോയിന്റ്സ് ഒക്കെ എക്സ്ട്രാ പോയിന്റ് ആണ്, നിങ്ങൾക്ക് കൺവെൻഷണൽ ബുക്കുകളിൽ കിട്ടാത്തതാണ്, നിങ്ങൾ പഠിച്ചു പോവുക. കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള റൂളറാണ് കടമ്പ റൂളർ. ഈ കടമ്പ റൂളേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് പിന്നീട് ചാലുക്യന്മാരും പല്ലവന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഇവരൊക്കെ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ കടമ്പ പവറിന് നേതൃത്വം കൊടുത്തത് മയൂര ശർമ്മനാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് തലകുണ്ട ഇൻസ്ക്രിപ്ഷനകത്താണ്, അത് ഓർത്തിരിക്കുക. ആന്ധ്രയിൽ കിടക്കുന്നത് ഇക്ഷവാകുവും ശലങ്കായനയുമാണ്. വാക്കടാക്ക കിടക്കുന്നത് വിദർഭയിലാണ്. നാഗാസ് മധുര കേന്ദ്രീകരിച്ചുകൊണ്ട്, യൗധയ ഹരിയാന കേന്ദ്രീകരിച്ചുകൊണ്ട്, പിന്നെ കുശനാസിനെ സസനിയൻ കിങ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ ചുവട്ടിൽ വെച്ച് ഭരിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഗുപ്ത റൂളേഴ്സും അതിൻ്റെ റിമാർക്കുകളും ഓർത്തിരിക്കുക. ശ്രീഗുപ്തയാണ് ഗുപ്ത സാമ്രാജ്യം ഫൗണ്ട് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വേറെ എപ്പി സെൻറ്ററുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ശ്രീഗുപ്ത എന്ത് ചെയ്യുന്നു, ഒരു ഗുപ്ത സാമ്രാജ്യത്തിനെ തറക്കല്ലിടുന്നു. ഘടോൽകചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് ഭരിക്കുന്നത്. ശ്രീഗുപ്തനും ഘടോൽകചനും ആ കാലഘട്ടത്തിലെ നാണയങ്ങളിലായിക്കോട്ടെ ആ കാലഘട്ടത്തിലെ ഇൻസ്ക്രിപ്ഷൻസിലായിക്കോട്ടെ അറിയപ്പെട്ടിരുന്നത് മഹാരാജ എന്നാണ്. എന്നാൽ ഘടോൽകചന്റെ മകനായിട്ടുള്ള ചന്ദ്രഗുപ്ത ഒന്നാമൻ തൊട്ട് ഗുപ്ത രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് മഹാരാജാതി രാജ എന്നാണ്. ഇത് NTPSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മഹാരാജാതി രാജ എന്ന് പറയുന്ന ടൈറ്റിൽ ഏറ്റവും ആദ്യം സ്വീകരിച്ചത് ഏത് ഗുപ്ത രാജാവാണ്? ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. ചന്ദ്രഗുപ്ത ഒന്നാമന്റെ ഭരണ കാലയളവ് നോക്കുക, 319 മുതൽ 335 CE വരെയാണ്. ചന്ദ്രഗുപ്ത ഒന്നാമൻ വിവാഹം കഴിച്ചിട്ടുള്ള ലിച്ചാവി രാജകുമാരിയുടെ പേരാണ് കുമാരദേവി. ഓർത്തിരിക്കുക, ചന്ദ്രഗുപ്ത ഒന്നാമൻ വിവാഹം കഴിച്ചിട്ടുള്ള ലിച്ചാവി രാജ്ഞിയുടെ പേരാണ് കുമാരദേവി. അപ്പോൾ ലിച്ചാവി എന്ന് പറയുന്ന സ്ഥലം അന്ന് വളരെ അത്യാവശ്യം പവർഫുൾ ആയിരുന്നു. ചന്ദ്രഗുപ്തന് അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ലിച്ചാവി കൂടെ അധികാരത്തിലേക്ക് വരണമായിരുന്നു. മാട്രിമോണിയൽ അലയൻസിലൂടെ ലിച്ചാവി എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള രാജവംശവുമായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിൽ ഈ ലിച്ചാവി രാജകുമാരിയിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മകനാണ് സമുദ്രഗുപ്ത എന്ന് പറയുന്നത്. സമുദ്രഗുപ്തയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അലഹാബാദ് ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തിക്കകത്ത് പരാമർശിച്ചിട്ടുള്ള രാജാവ്. 33 വരികളിലായിട്ട് ഹരിസേന സംസ്കൃത ഭാഷയിൽ നഗരി സ്ക്രിപ്റ്റിനകത്താണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളതായി കൂടെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ സമയത്തെ ചില ഗോൾഡ് കോയിൻസിൽ കച്ച എന്നുള്ളൊരു പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്, ഒരു സ്കോർ പോയിന്റ് ആണ് കച്ച. അപ്പൊ കച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവാരം ചോദിച്ചാൽ സമുദ്രഗുപ്തയാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ഈ കച്ച എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഹിസ്റ്റോറിയൻസ് നമ്മൾ തർക്കത്തിലാണ്. ചന്ദ്രഗുപ്ത ഒന്നാമന്റെ കാലം തൊട്ടാണ് മഹാരാജാതി രാജ എന്ന് പറയുന്ന പേര് ഗുപ്തൻ രാജാക്കന്മാർക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി. ചന്ദ്രഗുപ്ത ഒന്നിന് ശേഷം സമുദ്രഗുപ്ത എന്ന് പറയുന്ന പേര് നാണയങ്ങളിൽ കാണുന്നതിന് ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ കച്ച എന്ന് പറയുന്ന ഒരു പേരിലുള്ള നാണയം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് മുന്നേ മഹാരാജാതി രാജ എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചിലർ പറയുന്നത് കച്ച എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത ഒന്നാമന്റെ മകനാണ്, അഥവാ സമുദ്രഗുപ്തയുടെ ജ്യേഷ്ഠനാണ്. സമുദ്രഗുപ്ത ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള ഈ പവർ സ്ട്രഗിളിൽ കച്ചയെ തോൽപ്പിക്കുകയും അധികാരം പിടിച്ചെടുക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്നത് കച്ച എന്ന് പറയുന്നത് സമുദ്രഗുപ്തയുടെ ആദ്യ പേരാണ്, പിന്നീട് സമുദ്രഗുപ്ത എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എടുത്തതാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ, കച്ച എന്ന് പറയുന്ന പേര് ഏത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നെങ്കിലും ഒരു ചോദ്യം വന്നാൽ സമുദ്രഗുപ്തയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇദ്ദേഹം ആര്യാവർത്തം എന്ന് പറയുന്ന, അത് ഗംഗാ നദിയുടെ തീരം, നമ്മുടെ സിന്ധു നദിയുടെ തീരത്തിലേക്കൊക്കെ ക്യാമ്പയിനുകൾ നടത്തിയിട്ട് അവിടെ തോൽപ്പിച്ചിട്ടുള്ള ഏതാനും രാജാക്കന്മാരുടെ പേരുകൾ ഓർത്തിരിക്കുക. അച്യുത, നാഗസേന, കോട്ടകുലജ തുടങ്ങിയ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. കവിരാജ എന്ന് പറയുന്ന ടൈറ്റിൽ സ്വീകരിച്ചിട്ടുള്ള രാജാവാരാണ്? സമുദ്രഗുപ്തയാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക.
ഇനി അതിനുശേഷം ഏറ്റവും പോപ്പുലർ ആൻഡ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാവാണ് ചന്ദ്രഗുപ്ത രണ്ടാമൻ അഥവാ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. 375 മുതൽ 415 CE വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമഗുപ്തയെ തോൽപ്പിക്കുകയും ധ്രുവദേവിയെ രാമഗുപ്തയുടെ ഭാര്യയായിട്ടുള്ള ധ്രുവദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കഥയാണ്. ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന കൃതിക്കകത്ത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന കൃതിക്കകത്ത് കൊടുത്തിട്ടുള്ളത് ആരുടെ കഥയാണെന്ന് ചോദിച്ചാൽ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കഥയാണ്. രാമഗുപ്ത, സമുദ്രഗുപ്തയുടെ മൂത്ത മകനായിട്ടുള്ള രാമഗുപ്തയാണ് സമുദ്രഗുപ്തയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് അധികാരം കൈകാര്യം ചെയ്യേണ്ട വ്യക്തി എന്ന് പറയുന്നത്. രാമഗുപ്ത ഈ പറഞ്ഞ പോലെ എഫിഷ്യൻ്റ് ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശാഖ റൂളർ രാമഗുപ്തയുടെ ഭാര്യയായിട്ടുള്ള ധ്രുവദേവിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രാമഗുപ്ത എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത വിക്രമാദിത്യ എന്ത് ചെയ്യുന്നു, വേഷം മാറി അവരുടെ ക്യാമ്പിൽ ചെന്ന് ധ്രുവദേവിയെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ ജ്യേഷ്ഠനുമായിട്ടുള്ള ശത്രുതയിൽ വന്ന് കലാശിക്കുകയും അവർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും രാമഗുപ്തയെ വധിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത രണ്ടാമൻ ഗുപ്ത സാമ്രാജ്യത്തിന് എന്ത് ചെയ്യുന്നു, ഭരണാധികാരിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി അതിനുശേഷം അദ്ദേഹത്തിന് അന്ന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന നാഗന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നാഗന്മാരുടെ രാജകുമാരിയായിട്ടുള്ള കുബേരനാഗയെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മകളാണ് പ്രഭാവതി എന്ന് പറയുന്നത്. പ്രഭാവതിയെ പിന്നീട് വാകടക രാജവംശത്തിലെ രാജാവായിട്ടുള്ള രുദ്രസേന രണ്ടാമന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അതായത് ചന്ദ്രഗുപ്ത രണ്ടാമന് ആദ്യത്തെ ഭാര്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ എന്ന് പറയുന്നത് ധ്രുവദേവിയാണ്. ധ്രുവദേവി എന്ന് പറയുന്നത് രാമഗുപ്തയുടെ ഭാര്യയാണ്. ദേവി ചന്ദ്രഗുപ്തം എന്ന് പറയുന്ന കൃതിക്കകത്ത് ധ്രുവദേവിയും ചന്ദ്രഗുപ്തനും തമ്മിലുള്ള കഥയാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്നത് കുബേരനാഗയാണ്. കുബേരനാഗ എന്ന് പറയുന്നത് നാഗ റൂളറിന്റെ പ്രിൻസസിനെ ഇദ്ദേഹം കല്യാണം കഴിച്ചു. അതിൽ ചന്ദ്രഗുപ്ത രണ്ടാമനുണ്ടാകുന്ന മകളാണ് പ്രഭാവതി ഗുപ്ത. പ്രഭാവതി ഗുപ്തയെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നു, രുദ്രസേന രണ്ടാമൻ എന്ന് പറയുന്ന വാകടക റൂളർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. രുദ്രസേന രണ്ടാമൻ എന്ത് ചെയ്യുന്നു, അകാല മൃത്യു അടയുന്നു. അതിന്റെ ഭാഗമായിട്ട് വാകടക ഡൈനാസ്റ്റി കൂടെ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ അധികാരത്തിലേക്ക് വരുന്നു. ഇനി ചന്ദ്രഗുപ്ത രണ്ടാമൻ നേരത്തെ തോൽപ്പിച്ചു എന്ന് പറയുന്ന ശാഖ റൂളർ ആരാണ്, രുദ്രസിംഹ മൂന്നാമനാണ്. രുദ്രസിംഹ മൂന്നാമനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ധ്രുവദേവിയെ എന്ത് ചെയ്യുന്നത്, രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ചന്ദ്രഗുപ്ത രണ്ടാമനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ സമയത്താണ് അദ്ദേഹത്തിന്റെ നവരത്നങ്ങൾ ചന്ദ്രഗുപ്തന്റെ നവരത്നങ്ങൾ ആരാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ധാരണ വേണം. നിങ്ങളത് പഠിച്ചിട്ട് വരണം. കാളിദാസൻ, അമരസിംഹ തുടങ്ങിയ ചന്ദ്രഗുപ്തന്റെ നവരത്നങ്ങളെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല, പഠിച്ചിരിക്കുക. ഇനി ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് ട്രാവലർ ഈ സമയത്താണ് വിസിറ്റ് ചെയ്യുന്നത്. ചന്ദ്രഗുപ്ത രണ്ടാമന്റെ മകനായിട്ടുള്ള കുമാരഗുപ്തയാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സക്രാദിത്യ. സക്രാദിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരഗുപ്തയാണ്. കുമാരഗുപ്ത ആരാണ്, ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ മകനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹമാണ് നളന്ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി ദ ലാസ്റ്റ് ഗ്രേറ്റ് കിങ് ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ആരാന്ന് ചോദിച്ചാൽ സ്കന്ദഗുപ്തയാണ്. ഗുപ്ത രാജവംശത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാവല്ല, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരിൽ അവസാനത്തെ രാജാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കന്ദഗുപ്തയാണ്. സ്കന്ദഗുപ്ത ഈ പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ച സക്രാദിത്യ എന്ന് വിളിക്കുന്ന കുമാരഗുപ്തയുടെ മകനാണ്. അതിനുശേഷം സ്കന്ദഗുപ്തയുടെ മരണം 467 CE സംഭവിച്ചതിന് ശേഷം ലാസ്റ്റ് റെക്കഗ്നൈസ്ഡ് കിങ് എന്ന് പറഞ്ഞാൽ ഗുപ്ത സാമ്രാജ്യം അധപതിച്ചു പോകുന്നു. അതിലെ ഏറ്റവും അവസാനത്തെ ഗുപ്ത രാജാവ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന രാജാവാണ്. അപ്പോൾ 467 അതിൻ്റെ പ്രതാപ കാലഘട്ടം അവസാനിച്ചതിന് ശേഷം ഗുപ്ത സാമ്രാജ്യം ഉച്ചോടും പൊടിഞ്ഞു പോകുന്നത് 550 CE അടുപ്പിച്ചാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അത്രയാണ് ഗുപ്ത പീരീഡിൽ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി പോസ്റ്റ് ഗുപ്ത പീരീഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പോസ്റ്റ് ഗുപ്ത പീരീഡിനകത്ത് നിന്ന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. സിംഹവിഷ്ണു ഏത് ഡൈനാസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നത് പല്ലവ. പുലകേസിൻ ഒന്നാമൻ, പുലകേസിൻ രണ്ടാമൻ ഏത് ഡൈനാസ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഡൈനാസ്റ്റിയാണ്? ചാലുക്യ രാജാവായി വിച്ച് ചാലുക്യ കിങ് ഡിഫീറ്റഡ് കിങ് ഹർഷ ഓഫ് കനൗജ്? ഹർഷവർദ്ധനെ തോൽപ്പിച്ച ചാലുക്യ രാജാവാണ് പുലകേസിൻ രണ്ടാമൻ. ഇനി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ദ ചൈനീസ് ട്രാവലർ ഹ്യുവാൻസാങ് കെയിം ടു ഇന്ത്യ? ഹർഷവർദ്ധനയുടെ സമയത്താണ് ഹ്യുവാൻസാങ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. വിച്ച് കിങ് ഓഫ് പല്ലവ ഡൈനാസ്റ്റി ഓൾസോ റോട്ട് ദ സാൻസ്ക്രിറ്റ് പ്ലേസ്? സംസ്കൃത പ്ലേസ് എഴുതിയിട്ടുള്ള പല്ലവ രാജാവാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മഹേന്ദ്രവർമ്മനാണ്.
വിക്രമാദിത്യ നമുക്കറിയാം അല്ല. രാജരാജ ചോള രാജാവാണ്. രാജസിംഹ അല്ലെങ്കിൽ മഹേന്ദ്രവർമ്മനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സംസ്കൃത പ്ലേസ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള രാജാവ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒരു ക്വിക്ക് റിവിഷൻ നടത്താം. അപ്പോൾ അതിലാദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് ഹർഷവർദ്ധനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹർഷവർദ്ധനെ പറ്റി പറയുമ്പോൾ ആ സമയത്തെ ലിറ്റററി സോഴ്സസ് നോക്കുക. ബാണഭട്ടയുടെ ഹർഷചരിത, ഹ്വാൻസാങ്ങിൻ്റെ CUK എന്ന് പറയുന്ന കൃതി. അപ്പോൾ ഹ്വാൻസാങ് ആരുടെ സമയത്താണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്? ഹർഷവർദ്ധനയുടെ സമയത്താണ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഹർഷവർദ്ധനയുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള കൃതിയാണ്, അല്ലെങ്കിൽ ജീവചരിത്രമാണ് ഹർഷചരിത. എഴുതിയത് ബാണഭട്ടയാണ്. എപ്പിഗ്രഫിക്കൽ സോഴ്സസ് ആ സമയത്തെ ഒന്ന് നോക്കി പോവുക. മധുബൻ കോപ്പർ പ്ലേറ്റ്, സോൻപട്ട് ഇൻസ്ക്രിപ്ഷൻ, ബൻശേഖര കോപ്പർ പ്ലേറ്റ്, നളന്ദ ഇൻസ്ക്രിപ്ഷൻ, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. ഇതിൽ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മധുബൻ ഇൻസ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഹർഷവർദ്ധനയുടെ ആ ഒരു സാമ്രാജ്യം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ആ രാജവംശം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് നമുക്ക് നോക്കാം. ഹർഷവർദ്ധനയുടെ സാമ്രാജ്യം അറിയപ്പെട്ടിരുന്നത് വർദ്ധന ഡൈനാസ്റ്റി എന്നാണ്. അത് ഫൗണ്ട് ചെയ്തത് പുഷ്യഭൂതി എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പുഷ്യഭൂതി ഡൈനാസ്റ്റി എന്നും വർദ്ധന ഡൈനാസ്റ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവർ ഭരിച്ചിരുന്നത് താനേശ്വർ എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ഗുപ്ത കാലഘട്ടം വരെ പാതളിപുത്ര എന്ന് പറയുന്ന ഒരു ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പവർ സെൻറ്റർ ഉണ്ടായിരുന്നത്, മെയിൻ ആയിട്ടുള്ളത് അല്ലേ. മൗര്യ സാമ്രാജ്യത്തിൻ്റെയും പവർ സെൻറ്റർ പാതളിപുത്രയായിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെയും പവർ സെൻറ്റർ പാതളിപുത്രയായിരുന്നു. എന്നാൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പയ്യെ ക്യാപിറ്റൽ മാറുകയാണ്. ഹർഷവർദ്ധനയുടെ സമയത്താകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പവർ സെൻറ്റർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യുദ്ധം ചെയ്തിരുന്നത് കനൗജ്, മധ്യപ്രദേശിലെ കനൗജ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ഇനി പോകെ പഠിക്കും. പിന്നീട് നമുക്ക് അറിയാം എങ്ങോട്ടാണ് ക്യാപിറ്റൽ മാറുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, ഇനി പ്രഭാകരവർദ്ധന എന്ന് പറയുന്ന റൂളറോട് കൂടിയാണ് പുഷ്യഭൂതി ഫാമിലി എന്ത് ചെയ്യുന്നത്? സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ട് മാറുന്നത്. പ്രഭാകരവർദ്ധനയ്ക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് രാജ്യശ്രീ. രാജ്യശ്രീയെ അദ്ദേഹം മൗക്കാരിയിലുള്ള രാജവംശത്തിന് എന്ത് ചെയ്യുന്നു? കെട്ടിച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗ്രഹവർമ്മൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രഹവർമ്മൻ ഭരിച്ചിരുന്നത് കനൗജ് എന്ന് പറയുന്ന ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ദസ് മേക്കിംഗ് കനൗജ് ഹിസ് അലൈ. അപ്പോൾ പ്രഭാകരവർദ്ധന എന്ന് പറയുന്ന നമ്മുടെ അല്ലെങ്കിൽ പുഷ്യഭൂതി കുടുംബത്തിലെ ഒരു റൂളറായിരുന്നു പ്രഭാകരവർദ്ധന. പ്രഭാകരവർദ്ധനയുടെ കയ്യിലേക്ക് അധികാരം വന്നതോടുകൂടിയാണ് പുഷ്യഭൂതി എന്ന് പറയുന്ന ആ കുടുംബം എന്ത് ചെയ്യുന്നത്? ഒരു രാജവംശമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു രാജ്യശ്രീ അദ്ദേഹം ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു? മൗക്കാരി രാജാവായിട്ടുള്ള ഗ്രഹവർമ്മന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഗ്രഹവർമ്മൻ ഈ പറഞ്ഞ മൗക്കാരി രാജവംശം കനൗജ്, മധ്യപ്രദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, രാജവർദ്ധനയുടെ മൂത്ത മകനാണ് പ്രഭാകരവർദ്ധന. ഓക്കെ, പ്രഭാകരവർദ്ധനയുടെ മൂത്ത മകനാണ് രാജവർദ്ധന. പ്രഭാകരവർദ്ധനയുടെ മൂത്ത മകനാണ് രാജവർദ്ധന. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം എന്ത് ചെയ്യാണ്? രാജവർദ്ധന ആണ് അധികാരത്തിലേക്ക് കൈയേറേണ്ടത്. പക്ഷെ രാജവർദ്ധനയെ ആര് തോൽപ്പിക്കുന്നു? ശശാങ്ക എന്ന് പറയുന്ന ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗൗഡ രാജാവ് വധിക്കുന്നു. അപ്പോൾ രാജവർദ്ധനയെ ആര് വധിക്കുന്നു? ശശാങ്ക എന്ന് പറയുന്ന ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗൗഡ രാജാവ് വധിക്കുന്നു. പ്രഭാകരവർദ്ധനയുടെ ഡ്രീം പിന്നീട് ഫുൾഫിൽ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ യങ്ങർ സണ്ണായിട്ടുള്ള ഹർഷവർദ്ധനയാണ്. അങ്ങനെ ഹർഷവർദ്ധന എന്ത് ചെയ്യുന്നു? അധികാരത്തിലേക്ക് വരുന്നു. ഗ്രഹവർമ്മൻ അളിയൻ്റെ മരണശേഷം, ഗ്രഹവർമ്മൻ കനൗജ് കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന മൗക്കാരി രാജാവിൻ്റെ മരണശേഷം ഹർഷവർദ്ധനയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? കനൗജ് കൂടെ ഏറ്റെടുത്ത് ഭരിക്കേണ്ടി വരുന്നു. അങ്ങനെ കനൗജും കൂടെ ഹർഷവർദ്ധനയുടെ കയ്യിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹർഷവർദ്ധനയുടെ കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ക്യാപിറ്റൽ താനേശ്വറിൽ നിന്ന് കനൗജിലേക്ക് മാറ്റുന്നു. ബാണഭട്ടയുടെ എഴുതിയിരിക്കുന്ന ഹർഷചരിത പ്രകാരം ശശാങ്കയെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തോൽപ്പിക്കുന്നുണ്ട്. മൈത്രഗാസ് ഓഫ് വല്ലഭി തോൽപ്പിക്കുന്നുണ്ട്. ഇത് ഗുർജറ ഓഫ് ബ്രോച്ച്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജവംശമാണ്. ഇത്തവണ 2 ചോദ്യങ്ങളാണ് NTPC CBT 1 മൈത്രഗാസ് ഓഫ് വല്ലഭിയെ പറ്റി ചോദിച്ചിട്ടുള്ളത്. ചാലുക്യ രാജാവായിട്ടുള്ള പുലകേസിൻ രണ്ടാമൻ ഈ പറയുന്ന പോലെ ഹർഷവർദ്ധന അൾട്ടിമേറ്റം അയച്ചിട്ടുള്ള ഒരു രാജാവാണ്. പക്ഷേ പുലകേസിനോട് എന്ത് ചെയ്യാണ്? ഹർഷവർദ്ധന തോൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി സിന്ധിലെ, നേപ്പാളിലെ, കശ്മീരിലെ, മഗധയിലെ, ഓധ്രയിലെ, കൊങ്കോടയിലൊക്കെ രാജാക്കന്മാർക്ക് അൾട്ടിമേറ്റം അയക്കുകയാണ് ഒരു ഹർഷവർദ്ധന. ഒന്നല്ലെങ്കിൽ എനിക്ക് കപ്പം തരിക, അല്ലെങ്കിൽ എൻ്റെ ആക്രമണത്തിന് വിധേയമാവുക. ഇതിലെ ചാലുക്യ രാജാവായിട്ടുള്ള പുലകേസിൻ രണ്ടാമൻ ഹർഷവർദ്ധനയെ 618 തോൽപ്പിക്കുന്നുണ്ട്. ഇനി ആ ഹർഷവർദ്ധനയെ തോൽപ്പിക്കുന്ന ആ ഒരു ധൈര്യത്തിലാണ് പുലകേസിൻ എന്ത് ചെയ്യുന്നത്? സ്വയം പരമേശ്വര എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ സ്വീകരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹർഷവർദ്ധനെ പറ്റി നമ്മൾ പഠിച്ചു.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാലുക്യ രാജാവിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ചാലുക്യ രാജാവിനെ പറ്റിയിട്ടുള്ള നമുക്ക് ഇൻസ്ക്രിപ്ഷൻസ് ധാരാളം കിട്ടുന്നുണ്ട്. കന്നഡ ഭാഷയിൽ, തെലുങ്ക്, തമിഴ്, സംസ്കൃത ഭാഷയിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ മറ്റൊന്നും തന്നെയല്ല, പുലകേശിൻ രണ്ടാമൻ്റെ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ തന്നെയാണ്. അത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോട്ട് പോയിറ്റ് ആയിട്ടുള്ള രവികീർത്തിയാണ്. സംസ്കൃത ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പുലകേശിൻ രണ്ടാമൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഹർഷവർദ്ധനെ തോൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആ സമയത്ത് ലിറ്റററി സോഴ്സസ് ആണ് കവിരാജ മാർഗ, അതുപോലെ തന്നെ വിക്രമാർജുന വിജയം, അതാരെയാണ്, പമ്പഭരത എഴുതിയിട്ടുള്ളതാണ്. ഇനി നന്നയ്യാസ് മഹാഭാരതം ഇൻ തെലുങ്ക്, ഇതൊക്കെ ആ സമയത്തോട്ടുള്ള ലിറ്ററേച്ചേഴ്സ് ആണ്. ഇനി റൂളേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാലുക്യ എന്ന് പറയുന്നത് 3 ഫാമിലീസ് ആണ് ബേസിക്കലി. ചാലുക്യാസ് ഓഫ് ബാദാമി അഥവാ വാധാബി, ഈസ്റ്റേൺ ചാലുക്യാസ് ഓർ ചാലുക്യാസ് ഓഫ് വെങ്ങി ആൻഡ് ചാലുക്യാസ് ഓഫ് കല്യാണി. ഇതിലെ ചാലുക്യാസ് ഓഫ് ബാദാമിയാണ് ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പുലകേശിൻ ഒന്നാമൻ, പുലകേശിൻ രണ്ടാമനൊക്കെ അടങ്ങിയിരിക്കുന്നത് ചാലുക്യാസ് ഓഫ് വാദാബിയിലാണ് അല്ലെങ്കിൽ ബാദാമിയിലാണ്. ബാക്കി ഈസ്റ്റേൺ ചാലുക്യാസും അതുപോലെ തന്നെ ചാലുക്യാസ് ഓഫ് കല്യാണിയൊക്കെ പിൽക്കാലത്ത് വരുന്ന ചാലുക്യ രാജവംശങ്ങളാണ്. കാര്യമായിട്ടൊന്നും ഒരു ചരിത്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ അങ്ങനെ ഒരു രാജവംശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിൽ ഈ പറയുന്ന രാജവംശങ്ങൾ ആവശ്യമായിട്ട് വരും. ഇതിലെ ബാദാമിയിലെ ചാലുക്യന്മാരെ ഫൗണ്ട് ചെയ്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ പുലകേശിൻ ഒന്നാമനാണ്. ടൈം പീരീഡ് ഓർത്തിരിക്കുക 543 566 CE. ഈ സമയമാകുമ്പോഴേക്കും നോർത്ത് ഇന്ത്യയിൽ എന്ത് കഴിഞ്ഞിരുന്നു? ഗുപ്ത സാമ്രാജ്യം അതിൻ്റെ അധപതനത്തിലേക്ക് എത്തിയിരുന്നു. വിഷ്ണുഗുപ്തൻ മരിക്കുന്നത് ഏത് വർഷമാണ്? 550 CE-യിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവര് ഇൻഡിപെൻഡൻസ് ഫ്രം എവിടെ നിന്നാണ്? കടംബാസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കടംബാസിനെ തോൽപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് പുലകേശിൻ ഒന്നാമൻ ഈ പറയുന്ന ചാലുക്യാസ് ഓഫ് ബാദാമി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ക്യാപിറ്റൽ ബാദാമി വാസ് ഫൗണ്ടഡ് ബൈ കീർത്തിവർമ്മൻ. 566 മുതൽ 597 വരെയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭരിച്ചിരുന്നത്. പുലകേശിൻ ഒന്നാമന്റെ ഗ്രാൻഡ് സൺ ആയിട്ടാണ് ആര് വരുന്നത്? പുലകേശിൻ രണ്ടാമൻ വരുന്നത്. ആഫ്റ്റർ ഡിഫീറ്റിംഗ് മംഗലേശ he proclaimed himself as king, an event that is described in the ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ വിക്ടറീസ് അഗെയിൻസ്റ്റ് ഹർഷവർദ്ധന ഓഫ് കനൗജ്, the kings of Malwa, Kalinga, Eastern Deccan, കടംബാസ് ഓഫ് ബൻവാസി ആൻഡ് ഗാഞ്ചസ് ഓഫ് തലക്കട്, ഇതെല്ലാം എവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും? ഐഹോൾ ഇൻസ്ക്രിപ്ഷനകത്ത് കാണാനായിട്ട് സാധിക്കും. അത് എഴുതിയത് ആരാണെന്ന് പറഞ്ഞ് രവികീർത്തിയാണ്. ഏത് ഭാഷയിലാണെന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിലാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഓർത്തിരിക്കുക. നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി നരസിംഹവർമ്മൻ എന്ന് പറയുന്ന പല്ലവ രാജാവ് പുലകേശിൻ രണ്ടാമൻ എന്ത് ചെയ്യുന്നുണ്ട്? തോൽപ്പിക്കുന്നുണ്ട്. ബാദാമിയിൽ വെച്ച് തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാറ്റിൽ നടന്ന വർഷം അപ്രോക്സിമേറ്റ്ലി പറയുന്നത് 642 CE-യിലാണ്. ഇതിന്റെ പിന്നിലെ കഥയൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, റിവിഷൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ റിവിഷൻ വീഡിയോ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. ആ വീഡിയോ ഒന്ന് പോയി കാണുക, ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ റിവിഷൻ സീരീസ്. ഓക്കെ, ആ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ഈ കഥകളൊക്കെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ പഠിച്ചു വന്ന കുട്ടികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി വിക്രമാദിത്യ വാസ് ദ തേർഡ് സൺ ആൻഡ് ഫോളോഡ് ഹിസ് ഫാദർ പുലകേശിൻ II ഓൺ ദ ചാലുക്യ ത്രോൺ. ഹി restored the order in the fractured empire and made the Pallavas retreat from capital Vadabi. അപ്പോൾ വാദാബി ഭരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നരസിംഹവർമ്മന്റെ കീഴിലുള്ള പല്ലവന്മാരെ പിന്നീട് തുരത്തുന്നത് ആരാണ്? വിക്രമാദിത്യ I എന്ന് പറയുന്ന പുലകേശിൻ രണ്ടാമന്റെ ആരാണ്? ഗ്രാൻഡ് സൺ ആണ്. ലാസ്റ്റ് ചാലുക്യ രാജാവായിട്ട് പറയപ്പെടുന്നത് ആരെയാണ്? കീർത്തിവർമ്മനെയാണ്. കീർത്തിവർമ്മനെ തോൽപ്പിച്ചതായിട്ട് പറയുന്നത് ദണ്ഡി ദുർഗ എന്ന് പറയുന്ന രാജാവാണ്. 753 അദ്ദേഹമാണ് പിന്നീട് രാഷ്ട്രകൂട ഡൈനാസ്റ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് ചാലുക്യാസ് ഓഫ് ബാദാമിയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുലകേശിൻ ഒന്നാമൻ, പുലകേശിൻ രണ്ടാമൻ, വിക്രമാദിത്യൻ ഒന്നാമൻ, അതുപോലെ തന്നെ കീർത്തിവർമ്മൻ രണ്ടാമൻ, ഈ 4 രാജാക്കന്മാരുടെ പേരാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈസ്റ്റേൺ ചാലുക്യാസ് അഥവാ ചാലുക്യാസ് ഓഫ് വെങ്ങി എന്ന് പറയുന്ന മറ്റൊരു രാജവംശം കൂടെ ഉണ്ട്. ദ ബാദാമി റൂളർ പുലകേശിൻ രണ്ടാമൻ വെങ്ങി ഏരിയ അല്ലെങ്കിൽ വെങ്ങി ഏരിയ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തുന്നു. അതിനുശേഷം അവിടെ ഒരു ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു? വരികയാണ് ചെയ്യുന്നത്. വിഷ്ണുകുണ്ടിന ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയെ തോൽപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ മറ്റൊരു ഡൈനാസ്റ്റി ഈസ്റ്റേൺ ചാലുക്യാസ് എന്ന് പറയുന്ന ഒരു ഇവരുടെ തന്നെ ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ അപ്പോയിന്റഡ് ഹിസ് ബ്രദർ കുബ്ജ വിഷ്ണുവർദ്ധന ദ ഗവർണർ ഓഫ് ദിസ് ന്യൂലി അക്വയർഡ് ടെറിട്ടറി ഇൻ 624 CE. ഇതാണ് പിന്നീട് എന്താണ്? ഈസ്റ്റേൺ ചാലുക്യാസ് ആയിട്ട് മാറുന്നത്. വെസ്റ്റേൺ ചാലുക്യാസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഒരു 100-300 വർഷത്തിന് ശേഷം ഫോം ചെയ്യുന്നതാണ്. കല്യാണിയാണ് അതിന്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇന്നത്തെ ബാസവ് കല്യാൺ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ഭരിക്കുന്നത്. ഭൈലവ രണ്ടാമൻ അതുപോലെ തന്നെ സോമേശ്വരൻ ഒന്നാമൻ, ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട ലീഡർ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു രാജവംശമാണ് പല്ലവ രാജവംശം. പല്ലവ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്ത റൂളറിന്റെ പേര് സിംഹവർമ്മൻ എന്നാണ്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് മഹേന്ദ്രവർമ്മനാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആദ്യത്തെ രാജാവ്. അദ്ദേഹം സിംഹവിഷ്ണുവിന്റെ മകനാണ്.
കലബ്രാസിനെ തോൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പല്ലവ രാജവംശത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നാൽ ഇദ്ദേഹം ലോസ്റ്റ് ടു പുലകേസിനോട് തോൽക്കുന്നു. തമിഴ് ലിറ്ററേച്ചർ ആയിട്ടുള്ള തമിഴ് ലിറ്ററേച്ചർ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, ഫേമസ് ആവുന്നു. തേവാരം റിട്ടൺ ബൈ അപ്പർ ആൻഡ് സമ്പന്തർ ആരുടെ സമയത്താണ്, മഹേന്ദ്രവർമ്മന്റെ സമയത്താണ്. നരസിംഹവർമ്മൻ ആരുടെ മകനായിട്ട് വരും, മഹേന്ദ്രവർമ്മന്റെ മകനായിട്ട് വരുന്നു. ഇദ്ദേഹത്തിന്റെ സമയത്താണ് പഞ്ചരഥ എന്ന് പറയുന്ന റോക്കറ്റ് ടെമ്പിൾ കോംപ്ലക്സ് പണി കഴിപ്പിച്ചത്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്തുള്ളതാണ്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന് പറ്റിയ തോൽവിക്ക് എന്ത് ചെയ്യുന്നു, പ്രതികാരം ചെയ്യുന്നു. പുലകേസിൻ രണ്ടാമനെ തോൽപ്പിക്കുന്നു 642 സിയിൽ. നരസിംഹവർമ്മനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാമല്ലൻ, കാരണം അദ്ദേഹം പണി കഴിപ്പിച്ച മാമല്ലപുരം സിറ്റി കാരണം. അദ്ദേഹത്തിന്റെ സമയത്ത് ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹ്യുവാൻ സാങ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കാഞ്ചീപുരം വിസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന റൂളേഴ്സാണ് മഹേന്ദ്രവർമ്മൻ രണ്ടാമനും അതുപോലെ തന്നെ പരമേശ്വരവർമ്മൻ ഒന്നാമനും. ഇതിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്ന അപരാജിതവർമ്മനാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചതാരാണ്, ആദിത്യ ചോള ഒന്ന്. അദ്ദേഹം ഏത് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ചോള രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ചോള ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് ഗുപ്തൻ പീരീഡിലെ രാജവംശങ്ങൾ എന്ന് പറയുന്നത്. ചാലുക്യന്മാർ, പല്ലവന്മാർ, അതുപോലെ തന്നെ പുഷ്യഭൂതി ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ കനൗജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നമുക്ക് പഠിക്കാനുണ്ട്. രാഷ്ട്രകൂടാസും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പാലാസ് ഓഫ് ബംഗാളും ഗുർജറ പ്രതിഹാരാസും. അതിനുശേഷം വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു രാജവംശമാണ് ഇമ്പീരിയൽ ചോള എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ഹിസ്റ്ററിയുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ആ ഒരു ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി രാജവംശത്തിൻ്റെ ആദ്യത്തെ ഏതാനും ഡൈനാസ്റ്റീസ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം ഉപകാരപ്രദമാക്കുക. മാക്സിമം ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ആഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള ടോപ്പിക്സ് പഠിച്ചു വരിക, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി ചേർക്കുക, നിങ്ങളുടെ നോട്ടുകൾ എൻട്രി ചെയ്യുക, അത് വീണ്ടും റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ള സക്സസ്സിലേക്കുള്ള വഴി, വേറൊരു വഴിയുമില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.